മോനെ എന്റെ യൂട്യൂബിൽ എന്റെ കൊറേ ഇത് കണ്ട് ഞാൻ എന്നിട്ട് വിളിക്കുക. ആ, ആ. അപ്പൊ എന്റെ ഈ സംസാരം കേട്ടിട്ട് ഉം. എനിക്ക് മക്കളുണ്ട്, 5-6 മക്കളുണ്ട്. എല്ലാരും ഇപ്പൊ നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നിനും ഒരു കാര്യവും കാണിക്കുന്നില്ല. ഉം. അതെ, ഞാൻ ആകെ വിഷമത്തിലാണ് അപ്പൊ. ശരി. കാരണം എന്തിനാ വിഷമിക്കണം? അവര് എന്തിനാ? ഞാൻ നിസ്കരിക്കരുത്, വിഷമിക്കുന്ന ഓതരുത്, നോമ്പെടുക്കരുത് എന്നൊന്നും പറയാറില്ലല്ലോ വീഡിയോകളില്. പക്ഷെ അതിന്റെ ഒരു ആവശ്യമില്ല എന്നാണല്ലോ എന്റെ സംസാരം കേട്ടാ തോന്നുന്നു. റസൂല് പൊള്ളാണ് പറയുന്നത്, കള്ളനാണ്, കൊള്ളക്കാരനാന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഗ്രന്ഥത്തിൽ എഴുതി അത്രയും വെച്ചതാണ്. അതിന് ഇന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഗ്രന്ഥത്തിൽ അപ്പൊ എഴുതി വെച്ചത് ചരിത്രത്തിൽ എഴുതി വെച്ചതും കിതാബിലുള്ളതും സത്യസന്ധമായിട്ടുള്ള കാര്യം മദ്രസയിൽ നിന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പ്രശ്നമല്ലേ? ചരിത്രത്തിലുള്ള ചിലപ്പോ ലൈഫായതോ മനുഷ്യന്മാർ കടത്തി അല്ല, കൂട്ടിയതോ ഒക്കെ ലൈഫൊന്നുമല്ല. ഉണ്ടാവുമല്ലോ. ലൈഫും ഒന്നും നമ്മൾ എടുക്കാറില്ല. ഞാൻ അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല. അല്ല, എടുക്കാറില്ല എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ വരാൻ സാധ്യത ഉണ്ടല്ലോ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷല്ലേ. അപ്പൊ ഖുറാനിലുണ്ടായിക്കൂടെ? ഖുറാനിലുള്ളതും ഉണ്ടല്ലോ. ഖുറാനിൽ തെളിവില്ലാത്തൊന്നും ഹദീസ് നമ്മൾ എടുക്കാറില്ല. അതിനേക്കാൾ നന്മകൾ എന്തോരുണ്ട് മോനെ റസൂല് പറഞ്ഞ നന്മകള്, എന്തെല്ലാം ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ കാര്യങ്ങളുണ്ട്. പറഞ്ഞോളി. ഇസ്ലാം അനുസരിച്ച് ജീവിച്ച നമുക്ക് ഇവിടെ ജക്കാത്ത്, പാവപ്പെട്ടവന്റെ അടുത്ത് സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ലേ? മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ദുനിയാവില് മനുഷ്യന്മാരായിട്ടുള്ളത്. നിങ്ങളിപ്പോ സക്കാത്ത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോ സക്കാത്ത് ഞാൻ പറഞ്ഞുതരാം. സക്കാത്ത് നിങ്ങളെ അയലോക്കത്തുള്ള ഏതെങ്കിലും അമ്മണി ചേച്ചിക്ക് കൊടുത്ത വീടുവോ? സക്കാത്ത് വിടൂല, പക്ഷെ അമ്മണി ചേച്ചിക്ക് അത് വേണ്ടി സക്കാത്ത് കൊടുത്ത വീടൂല്ലല്ലോ. അപ്പൊ അത് സക്കാത്ത് എന്ന് പറയണത് നോക്കൂ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് മതം എന്ന് പറയുന്ന ഈ ഒരു സമുദായം, മതം, നമ്മൾ മതത്തിന്റെ ആൾക്കാർ, നമ്മളുടെ ആൾക്കാർ എന്നുള്ള അതിനപ്പുറത്ത് മനുഷ്യന്മാര് എല്ലാ മനുഷ്യരും തുല്യരായിട്ടുള്ള അന്തസ്സും അവകാശങ്ങളുള്ളവരായിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഈ തെരുവിൽ നടന്നിട്ട് ഇസ്ലാമില് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ സിറിയയില് ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടുത്തെ ഒരു ഇസ്ലാമിക സംഘം അധികാരം പിടിച്ചപ്പോ ഇവിടെ ഭയങ്കര ആഘോഷമായിരുന്നു. 2 ദിവസമായിട്ട് അവിടെ ഏകാധിപത്യം തകർന്നു. ശരിയാണ്, അവിടെ ഏകാധിപത്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ തിരിച്ച് അധികാരത്തിൽ വന്ന ഇസ്ലാമിക് എന്താ പറയാ, അതിന്റെ യഥാർത്ഥ ഇസ്ലാമിന്റെ ആൾക്കാർ അധികാരത്തിൽ കയറിയിട്ട് ഇപ്പൊ 3-4 ദിവസം കൊണ്ട് 1500-1600 മൃതദേഹങ്ങളാണ് തെരുവിൽ കിടക്കുന്നത്. അത് കാരണം മതം മാത്രമാണ്. അപ്പൊ മതത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുകയും മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിച്ച് കാണുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രം, അത് ഇസ്ലാം അല്ല, ഏത് പ്രത്യയശാസ്ത്രവും മനുഷ്യത്വ വിരുദ്ധമാണെന്നാണ് എന്റെ നിലപാട്. ഞാൻ ആ നിലപാടാണ് പറയുന്നത്. പക്ഷെ മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേറിച്ച് കാണണം എന്നുള്ള സിദ്ധാന്തം നമ്മൾ ഇസ്ലാമിലുണ്ട്. അയൽപക്കത്ത് പട്ടിണി എടുക്കുന്നത് ആരായാലും അവരെ വിഷപ്പായിട്ടേ നമുക്ക് തിന്നാൻ പാടില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ അയലോക്കത്ത് അറേബ്യയിൽ ജീവിച്ച മുഹമ്മദ് നബി അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മുസ്ലിങ്ങളെ അല്ലാത്ത എല്ലാവരെയും അവിടെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്ന് സ്വപ്നം കണ്ടിരുന്നു. ഉമർ അത് സാധിച്ചു കൊടുത്തു എന്നുമാണ് ഹദീസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു മതമാണ്. ആ മതത്തിനെ നമ്മൾ നോക്കൂ, പബ്ലിക്കായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു മതം, പബ്ലിക്കായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയം, ആളുകൾ ഇതിലേക്ക് ഇത് മാത്രമാണ് നന്മ. നിങ്ങൾക്കറിയാലോ, ഇസ്ലാം മാത്രമാണ് നന്മ, ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് എന്നൊരു വാദം ഇസ്ലാമിനില്ലേ? നിങ്ങൾക്കല്ല ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിനുണ്ട്. മുസ്ലിമായി ജീവിക്കണം എന്നുള്ള കാരണം മറ്റുള്ള മനുഷ്യരൊക്കെ ഞങ്ങളോട് അതൊക്കെ പോട്ടെ, ഒക്കെ പോട്ടെ. നമ്മളെ നാട്ടും പുറത്ത് ഒരാള് മരിച്ചാല് ഹിന്ദു ചത്തൂന്നും മുസ്ലിം മരിച്ചു എന്നല്ലേ പറയാ? നമ്മൾ ചെറുപ്പം മുതല് കാഫിറായി ചത്തു പോവാന്നല്ലേ പറയാ? അത് ശരിയാണോ? അത് ശരിയാണ്. ഇതിപ്പോ നമ്മളൊക്കെ മരിച്ചു എന്നല്ലേ പറയല്? അല്ല, അങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ പറയാം. ഇപ്പം ഇസ്ലാമെന്ന് പുറത്തു പോയിരുന്ന ആളെ കാഫിറായി ചത്തുപോകുന്ന തന്നെ പറയാം. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, മുസ്ലിമിനെ അല്ലാത്ത ആളുകളെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പൂർണ്ണാർത്ഥത്തിൽ റെസ്പെക്ട് ചെയ്യാൻ പോലും മടിക്കുന്ന ഒരു മതം, ഒരു ഐഡിയോളജി. ആ ഐഡിയോളജി മനുഷ്യർക്ക് അത്ര ഗുണകരമല്ല എന്നാണ് എന്റെ നിലപാട്. അതെന്റെ ആശയമാണ്. അത് ഞാൻ പറയും. ഇപ്പൊ നമ്മള് BJP ഇന്ത്യക്ക് ഭീഷണിയാണ്, BJP ഇന്ത്യൻ മതേതരത്വത്തിന് ഭീഷണിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഞാനും നിങ്ങളൊക്കെ പറയില്ലേ?
അത് നമ്മളെ ബോധ്യമാണ്, നമുക്കത് പറയാനുള്ള അവകാശമല്ലേ. അങ്ങനെയല്ല എന്ന് പറയാൻ അവർക്കും അവകാശമുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കേൾക്കുന്ന ഇതിന് ആളുകള് നിലപാട് സ്വീകരിക്കുന്നതിന് ആശയം പറയുന്നവർ കുറ്റക്കാരല്ല. അപ്പൊ നിങ്ങളെ മക്കള് നിസ്കാരം നിർത്തിയാൽ അത് അവരുടെ ചിന്തയിൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ടായിരിക്കാം. അല്ല മോനെ, ഉം. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അത് തോന്നാന്നല്ല, അത് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും? മരിച്ചാട് ചെന്നിട്ട് തെറ്റാണെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ തെറ്റാണെങ്കിൽ ഞങ്ങൾ തോന്നണ്ടല്ലോ, നമ്മൾ തെളിവുകൾ വെച്ചിട്ടല്ലേ നോക്കുന്നത്. അല്ലാതെ ഉസ്താദുമാര് വെറുതെ നീട്ടി വലിച്ച് വയലു പറഞ്ഞ പോലെ അല്ലല്ലോ നമ്മൾ പറയണത്. നീട്ട് വലിച്ചു വേല പറയുന്നതല്ല, ഇസ്ലാം സത്യാന്നുള്ള നമ്മുടെ ഖുർആനിൽ തന്നെ നിങ്ങൾ ഈ ആ പറയുന്ന ചെറിയ ഖുർആാനിന്റെ ചെറിയ ആ കുറച്ച് ഖുർആാന് ആയത്തുകളൊക്കെ സത്യതയാണ് നമുക്ക് സംശയം. കാരണം ദൈവത്തിൽ നിന്നുള്ള ഒരു ഗ്രന്ഥം മനുഷ്യർക്കിടയിൽ വേർതിരിവുകൾ പറയുമോ? അത് ദൈവത്തിനനുസരിക്കാത്ത പോലെ എന്നുള്ള നിനക്ക് സത്യം ശരിയാണെന്നല്ലേ ദൈവത്തിനനുസരിക്കണത് പറയുന്നത്. ആരൊക്കെ അനുസരിക്കണം ആരൊക്കെ അനുസരിക്കൂല എന്ന് അള്ളല്ലേ തീരുമാനിക്കണേ. അതല്ലല്ലോ, അല്ല നന്മയും തിന്മയും വേറെടുത്ത് തന്നിക്ക്, ഇല്ല, എന്നിട്ട് അതിൽ നന്മ അങ്ങനെയല്ല. പ്രവർത്തിക്കണമാണ് സ്വർഗം, തിന്മ അത് പ്രവർത്തിക്കണമാണ് ശരിയാണ്. നരകം. ആരൊക്കെ നന്മ പ്രവർത്തിക്കണമെന്നും ആരൊക്കെ തിന്മ പ്രവർത്തിക്കണമെന്നും, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ആരൊക്കെ ഹിദായത്തിലാകുമെന്നും ആരൊക്കെ വഴികേടിലാകുമെന്നും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുൻ നിശ്ചയം ഉദ്ദേശം ഉണ്ട് അതിനകത്ത്. നിങ്ങൾ അല്ല, ഖുർആൻ അള്ളാഹ്ക്ക് വായിച്ചിട്ടുണ്ടോ? അറിയാമല്ലേ? നിങ്ങൾ ഖുർആൻ ഓ വായിച്ചിട്ടുണ്ടോ? ഉസ്താദുമാര് പറഞ്ഞതല്ലാതെ ഖുർആൻ വായിച്ചിട്ടുണ്ട്, അർത്ഥം അറിഞ്ഞ് ഖുർആൻ വായിച്ചിട്ടുണ്ട്, പലതവണ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. ഞാൻ അതില് ആദ്യം ഒരു സുന്നി അള്ളാഹു കുടുംബത്തിൽപ്പെട്ടതായിരുന്നു. ഉദ്ദേശിക്കുന്നതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല എന്ന് ഖുർആനിലില്ലേ? അങ്ങനെ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വെച്ചാല് അള്ളാഹ്ക്ക് അറിയാം നമ്മള് അറിയല്ല, എങ്ങനെയാണ്. അള്ളാഹു ഉദ്ദേശിക്കാലല്ല. ഉദ്ദേശം അറിവ് രണ്ടല്ലേ? നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടും രണ്ടല്ലേ? അള്ളാഹുവിന്റെ തീരുമാനവും അറിവും രണ്ടല്ലേ? അള്ളാഹു തീരുമാനിക്കുന്നവർ വഴികേടിലാവും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർ നേർമാർഗത്തിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവർ ദുർമാർഗത്തിലാവും എന്നുള്ള പറഞ്ഞത്. അത് ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഒരു സൈക്കിളോ കാറോ ഉണ്ടാക്കിയ ഒരാൾക്ക് അറിയാം അത് നല്ലോണം ഓടിച്ചില്ലെങ്കിൽ അത് അപകടത്തിൽ പെടുമെന്ന്. അതുപോലെ ഞാൻ അള്ളാഹ്ക്ക് അറിയാം ആരൊക്കെ അപകടത്തിൽ പെടുമെന്നും ഇപ്പൊ സൈക്കിൾ വിൽക്കുന്ന കമ്പനിക്ക് അറിയാം എങ്ങനെയൊക്കെ ഓടിച്ചണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ശരിയാണ്. പക്ഷെ ഇത് ഓടിക്കുന്ന ആളുകൾ ആരൊക്കെ ശരിയായിട്ട് ഓടിക്കുമെന്നും ഇത് ആരൊക്കെ അപകടത്തിലേക്ക് പോകുമെന്നും ഒരു സൈക്കിൾ നിർമ്മാതാവിന് അറിയാമെങ്കിൽ അത് അയാള് തീരുമാനാണെങ്കിലോ? ഓല് തീരുമാനിക്കുന്നവരൊക്കെ നേരങ്ങത്ത് പോവും, മറ്റൊരു തീരുമാനിക്കുന്നവരൊക്കെ തലകുത്തി മറിയുന്നാണെങ്കിലോ? അപ്പൊ ആ നിർമ്മാതാവിന് എന്താ പ്രശ്നല്ലേ? അറിവും ഉദ്ദേശവും രണ്ടല്ലേ? അപ്പോ കുട്ടികൾ നിസ്കാരം നിർത്തി അതിന്റെ എന്നുള്ളത് അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോ ഞാൻ പറഞ്ഞതോ ഇപ്പൊ നിങ്ങളെ കുട്ടികളെ എനിക്ക് അറിയ പോലും ഉണ്ടാവില്ല, ചിലപ്പോ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ പൊതുവിൽ ആളുകളുടെ വിശ്വാസങ്ങൾ നിങ്ങളെ പ്രഭാഷണങ്ങൾ കേട്ടത് കൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് ഞാൻ പറയുന്ന മനസ്സിലായത്. കാര്യങ്ങള് കുറച്ച് മാനവികത മുൻനിർത്തിയിട്ടാണ്. അതായത് മനുഷ്യർ വിഭാഗീയതയും മതചിന്തയും വർഗീയതയും ഒക്കെ മാറ്റിവെച്ച് എല്ലാ മനുഷ്യരും തുല്യരായ അന്തസ്സും അവകാശമുള്ളവരാണ് എന്ന ഒരു ലോക ക്രമത്തിലേക്ക് നമ്മൾ എല്ലാവരും വരണം. അവിടെ എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് പരിഗണിക്കാൻ കഴിയണം, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാൻ കഴിയണം. അതിന് കുഴപ്പമില്ല. അതാണ് എന്റെ ആശയം. ആരാധനകൾ ഉപേക്ഷിക്കണമെന്നില്ലല്ലോ. ഈ ആരാധന ആരാധനകൾ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയാറില്ല. ഞാൻ പറയുന്ന കാര്യമല്ല. ഞാനിപ്പോ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കുന്നത് തെറ്റാണ്, നിസ്കരിക്കുന്നത് മോശമാണ്, അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ നിസ്കരിക്കുന്നവരെ കളിയാക്കാറുമില്ല. അത് ഓരോ ആളുകളുടെ വിശ്വാസമാണ്, അത് അവരുടെ ആരാധനയാണ്, അവർക്ക് സൗകര്യം പോലെ ചെയ്യാം. അതേ സമയത്ത് എന്റെ മറുപടികൾ പൂർണ്ണമായിട്ടും ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ ശരികൾ പരിശോധിക്കും. മുഹമ്മദ് നബിയാണ് ഏറ്റവും മികച്ച മാതൃകാ പുരുഷൻ എന്ന് പറയുമ്പോൾ ആ മാതൃകകൾ പരിശോധിക്കും. അതിനേക്കാളും മികച്ച മാതൃകയുണ്ടോ, അല്ലെങ്കിൽ ആ മാതൃക നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണോ? അവകാശവാദങ്ങളുമായിട്ട് റോട്ടിൽ ഇറങ്ങുമ്പോൾ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ യൂട്യൂബില് വയലു പറഞ്ഞ് ഇസ്ലാം അല്ലാത്തവരൊക്കെ മോശക്കാരാണെന്നും അല്ലെ, മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത വൃത്തികെട്ടവന്മാരാണെന്നും മൂല്യന്മാര് വയലു പറയുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കല് അങ്ങനെ അതല്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തല്ലേ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ ഒരു ഭവിഷ്യത്തുമില്ല. എന്താണ് ഭവിഷ്യത്ത് നിങ്ങൾ പറയൂ? മനുഷ്യന്മാർ നന്മകൾ ചെയ്യുന്നത് അല്ല കൂടുതൽ. അല്ല അതല്ലെങ്കിൽ അല്ല
അതല്ലെങ്കിൽ ആ അല്ല ഒരു പേടിയും ഭയവും ഇല്ലെങ്കിൽ ഒന്നിനും ഒരു ഇതുണ്ടാവില്ല അത് ആ കള്ളു കാലഘട്ടത്തിൽ കുടിക്കുന്നതിനൊക്കെ നമ്മളെ നാട്ടിലെ രാഷ്ട്രീയവും രാജ്യവും നിയമവും കോടതിയും ഒന്നും ഇല്ലാത്ത കാലത്ത് ആകാശത്തുള്ള ആരെങ്കിലും പേടിക്കട്ടെ എന്നൊരവസ്ഥ നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അത് ശരിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അള്ളാഹിനെ പേടിയുള്ള മൗലവിമാരാണ് മദ്രസയിലെങ്കിൽ ഈ കണ്ട വാർത്തകളൊക്കെ നമ്മൾ പേപ്പർ കാണുമോ? കുട്ടികളെ അല്ല പീഡിപ്പിക്കുന്നത്. എല്ലാരും അള്ളാനെ പേടിയുള്ളവരായിരിക്കില്ല. അതെന്റെ അതാ ഇസ്ലാമിന് പറഞ്ഞത്. അടിച്ച അപ്പൊ അള്ളാഹിനെ ശരിയാണ്. പേടിക്കുക എന്നുള്ളതല്ല ഇതിന്റെ പ്രധാനം. മനുഷ്യൻ, അപ്പൊ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും, അള്ളാഹിനെ പേടിയില്ലാത്ത എല്ലാവരും ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നവരാണോ? അല്ലല്ലോ. അപ്പൊ തെറ്റ് ചെയ്യുന്നവർ എന്ന് പറയുന്ന ക്രിമിനൽ വാസന എന്നൊക്കെ പറയുന്നത് ഓരോ മനുഷ്യന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രശ്നമാണ്. അതും മതമായിട്ട് നേരിട്ട് ബന്ധമില്ല. തെറ്റെല്ലാ മതത്തിലുള്ളവരും ചെയ്യുന്നുണ്ടല്ലോ, അത് പോണ അതാ മുസ്ലിങ്ങളും പറഞ്ഞത്. ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ മുസ്ലിം ആവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് ഒരാൾ അക്രമിയായി പോവില്ല. ഇസ്ലാം അല്ല മതവിശ്വാസി ആയി മുസ്- എന്നതുകൊണ്ട് ഒരാൾ ആ- അക്രമി അല്ലാതാവുന്നില്ലല്ലോ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇസ്ലാമിക മുസ്ലിം ആണെങ്കിലും തെറ്റ് പറ്റുന്നും ആ തെറ്റ് തെറ്റത്തെ പശ്ചാത്താപം പറ്റുന്നതല്ല, അല്ലാതെ ക്രിമിനൽ സ്വീകരിക്കുന്നു. പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും തെറ്റ് പറ്റുന്നതും രണ്ട് കാര്യമാണ്. ഇപ്പൊ ഒരാൾക്ക് ഒരു അബദ്ധം പറ്റുന്നതോ ഒരു കയ്യബദ്ധം പറ്റുന്നതോ തെറ്റ് പറ്റുന്നതോ ഒന്നുമല്ല. മതം പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞയക്കുന്ന കുട്ടികളെ മതം പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാര് ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണോ അബദ്ധാണോ ഒന്നുമല്ല. അപ്പൊ അതൊരു മനുഷ്യന്റെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ക്രിമിനൽ വാസനയാണ്. അതും അതുമായിട്ട് ബന്ധമല്ല. ഞാനത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം കള്ളു കുടിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഉം. മുസ്ലിങ്ങൾ കള്ളു കുടിക്കണില്ലേ? എല്ലാ അത് തെറ്റ് ജനവിഭാഗത്തിലും ചെയ്യാതെ പോവില്ല. മദ്യപിക്കുന്ന ആളുകളുടെ അനുപാതം ഏകദേശം ഈക്വൽ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഈ മയക്കുമരുന്നിന്റെ കേസ് വരുന്നു. ആദ്യമൊക്കെ ഇവിടെ ചില മൂല്യന്മാര് പറഞ്ഞു മതം വിട്ടാലൊക്കെ മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുന്നത്. ഇപ്പം പിന്നെ വെള്ളിയാഴ്ച ജുമക്ക് ഒന്നാമത്തെ സഫിലും രണ്ടാമത്തെ സഫിലും നിൽക്കുന്ന മുത്തക്കിയുള്ള കുട്ടികളാണ് ഓരോരോ സാധനമായിട്ട് പിടിക്കപ്പെടുന്നത്. അപ്പൊ ആ വാദത്തിൽ നിന്ന് കുറച്ചൊരു അയവ് വന്നിട്ടുണ്ട്. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്ന മുസ്ലിം കുട്ടികളൊക്കെ മതം ഉപേക്ഷിച്ചവരാണോ? അല്ലല്ലോ. അപ്പൊ ഇതൊക്കെ അതല്ല ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ശരി തെറ്റുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ധാർമ്മിക അല്ല ബോധവും ഒക്കെ ആയിട്ട് ഒരു ബന്ധപ്പെട്ടിട്ടാണ്. കണക്കനുസരിച്ച് മതം ഉപേക്ഷിച്ചോല് തന്നെയാണ്. നിങ്ങളൊക്കെ ഇങ്ങനത്തെ വർത്താനം കേൾക്കുമ്പോ അതിനൊന്നും തെറ്റില്ല എന്ന് തോന്നുമ്പോ അതെങ്ങനെ തെറ്റില്ല ആർക്കും ആ തോന്നുക? ഒരു പേടി അത് പേടി എങ്ങനെ തോന്നല. തോന്നുക? മുസ്ലിങ്ങള് അതെങ്ങനെ? ഇപ്പൊ അത് മോന്റെ നിങ്ങൾ പേര് തന്നെ മദ്രസ ലിയാഖത്ത് അലി എന്നല്ലേ? അല്ല, ആ എന്റെ പേര് ലിയാഖത്ത് അലി. അത് പോണ ഉം മുസ്ലിം പേരുള്ള അത് പോണ ഒരുപാട് ആണോ? ആൾക്കാരുണ്ടാവും അള്ളാനെ പേടിയില്ലാത്തവര്. ആ ആണോ? അങ്ങനെ ഇവിടെ ഉണ്ടാവുമല്ലോ. കള്ളു ആ കുടിക്കുന്നതൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ചവര്, വിശ്വാസമില്ലാത്തവര്, അള്ളാഹിനെ പേടിയില്ലാത്തവര്, മദ്രസയിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന കൂടുതലും മൂല്യന്മാരും പള്ളിത്തെ ഉസ്താദുമാരും ദർസത്തെ ഉസ്താദുമാരും ഒക്കെ വിശ്വാസമില്ലാത്ത ആൾക്കാര്. പിന്നെ ഇപ്പൊ ആരാ വിശ്വാസം ഉള്ളത്? അല്ല, വിശ്വാസമുള്ളവരടുത്തും തെറ്റ് ഉം പറ്റൂലെന്ന് പറയുന്നില്ല. തെറ്റ് മനുഷ്യന്മാരടുത്ത് അതാണ് പറ്റും. പക്ഷെ നിങ്ങൾ പോലും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ. ഇത് വളരെ വികലമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇനിയിപ്പോ വിശ്വാസമുള്ള മുസ്ലിം കുട്ടികൾ ഇസ്ലാം വിട്ടാൽ അബദ്ധത്തിൽ എത്തിപ്പോകും എന്ന് തന്നെ വിചാരിച്ചോളി. അതിന്റെ ഉത്തരവാദിത്വം മദ്രസ ഉസ്താദന്മാർക്കാണ്, ഇസ്ലാമിനാണ്. കാരണം എന്താ അറിയോ? നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് എന്താ നിങ്ങൾ റീസൺ പറയണേ? എന്തുകൊണ്ട് മദ്യം ഉപയോഗിച്ചുകൂടാ? എന്താ നിങ്ങളെ റീസൺ? മതത്തിന്റെ റീസൺ എന്താ? അള്ളാഹ് ഹറാമാക്കിന്നല്ലേ? ഉം, വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ കള്ളു കുടിക്കരുത് എന്ന് പറയാൻ? കള്ള് കുടിച്ചാല് നമ്മൾക്ക് മദ്രസയിൽ പഠിപ്പിച്ചു വിവേക കൊടുക്കണത് ബുദ്ധി എന്താണ്? നഷ്ടപ്പെടുമല്ലോ. വിവേക ബുദ്ധി നഷ്ടപ്പെടുമല്ലോ. നമുക്ക് മദ്രസയിൽ പിന്നെ എന്തും പഠിപ്പിക്കുന്നത് ചെയ്യാം. മതം എന്ത് കാരണം പറഞ്ഞിട്ടാണ് മതം അത് ചെയ്യരുതെന്ന് പറഞ്ഞത്? അള്ളാഹു അല്ല, ആ നിരോധിച്ചിട്ടുണ്ടെന്നും നരകത്തിലിട്ട് ശിക്ഷിക്കും പറഞ്ഞിട്ടല്ലേ? ആ അല്ലേ? അങ്ങനെയാണോ ഒരാളെ അതെ അതെ. അങ്ങനെയാണോ ഒരു തെറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്? ഇപ്പൊ നിങ്ങളെ കുട്ടിക്ക് നിങ്ങളൊരു ബൈക്ക് വാങ്ങിക്കൊടുക്കാണ്, ഹെൽമെറ്റ് ധരിച്ചിട്ട് പോണം മോനെ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണത് പോലീസ് പിടിക്കും അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞു കൊടുക്കുക നിങ്ങള്? അങ്ങനെ അതല്ല, നിങ്ങൾ പറഞ്ഞു അതിന്റെ കൊടുക്കുവോ? ദൂഷ്യവശങ്ങൾ പറഞ്ഞു. അല്ലേ? അങ്ങനെ ഇല്ലല്ല, പറഞ്ഞു അതിന്റെ കൊടുക്കണില്ലല്ലോ ദൂഷ്യവശങ്ങൾ ഇസ്ലാമില്. പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൂടാ? മയക്കുമരുന്നിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം എന്താണ്? ആ വ്യക്തിനെ എങ്ങനെ ബാധിക്കും? അവന്റെ ആരോഗ്യത്തിനെ എങ്ങനെ ബാധിക്കും? അവന്റെ ബുദ്ധി എങ്ങനെ ബാധിക്കും? അവന്റെ മുന്നോട്ട് ജീവിതത്തിൽ വിജയത്തിന് എങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിച്ച് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ കുട്ടികൾ അത് മനസ്സിലാക്കും. പേടിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് കാര്യം തടയാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ അവരുടെ പേടി ഇല്ലാണ്ടാവുന്ന ഒരു സമയം, പേടിയിൽ അശ്രദ്ധരാകുന്ന സമയത്ത് അവരാ തെറ്റ് ചെയ്യും. അതാ മൂല്യം പറഞ്ഞു കൊടുക്കുന്നതിന്റെ പേശകാണ്. ഞാൻ വിശ്വാസി ആയിരുന്നപ്പോഴും കള്ളു കുടിച്ചിട്ടില്ല, ഇപ്പോഴും കള്ളും മയക്കുമരുന്ന് സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഈ രണ്ട് സമയത്തും ഞാന് ഉസ്താദുമാര് പറഞ്ഞ നരകപ്പേടി കൊണ്ടല്ല അത് ഉപയോഗിക്കാതിരുന്നത്. മനസ്സിലായോ?
അപ്പോ ഇങ്ങനെയുള്ള വികലമായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക. മതം കേവലമായിട്ടുള്ള വിശ്വാസവും ആരാധനയും, ഇപ്പൊ കുറെ ആൾക്കാർക്ക് കുറെ ദൈവങ്ങളിൽ വിശ്വാസമുണ്ട്, കുറെ മതവിശ്വാസമുണ്ട് എന്നതുപോലെ അവരവരുടെ വിശ്വാസവും ആരാധനയൊക്കെ പോവാ. പക്ഷെ അവനവന്റെ വിശ്വാസവും കിതാബും പൊക്കി പിടിച്ച് നാട്ടുകാരും നെഞ്ചത്ത് മൊത്തവും കയറി ബാക്കിയുള്ള മതങ്ങളെയും ബാക്കിയുള്ള വിശ്വാസമുള്ളവരെ ഇല്ലാത്തവരെയൊക്കെ ആക്ഷേപിച്ച് അവരൊക്കെ നരകത്തിലാണെന്നും ഞങ്ങൾ മാത്രം സ്വർഗത്തിലാണെന്നും വീമ്പ് പബ്ലിക്കായിട്ട് പറഞ്ഞു നടക്കുന്ന കാലത്തോളം ആ മതത്തിന്റെ പൊള്ളത്തരങ്ങൾ പറയാൻ ആളുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് കേൾക്കുമ്പോ ആളുകൾ ഇത് കമ്പയർ ചെയ്യും, പരിശോധിക്കും. അപ്പൊ ആളുകൾക്ക് ബോധ്യപ്പെടും ഞാൻ മുഹമ്മദ് നബിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചോ പറഞ്ഞ ഒരു കാര്യമെങ്കിലും തെറ്റാണ് നിങ്ങളൊക്കെ തെളിയിച്ചാൽ മതി. നമ്മൾ അന്ന് ഈ പരിപാടി നിർത്തി ഷഹാദത്തുൽ എറിഞ്ഞ് തിരിച്ചു കയറും. നിങ്ങൾ പറയുമ്പോഴാണ് ഇപ്പൊ മുഹമ്മദ് നബി പിന്നെ വലിയ പൈസക്കാരനായിട്ട് അങ്ങനെ നിന്നൊന്നല്ലല്ലോ. മരിക്കുമ്പോ റസൂലിന് ഒന്നുമില്ല. റസൂലിന് കിട്ടിയ ഖദീജാബിനെ കല്യാണം കഴിച്ചപ്പോ റസൂൽ പണക്കാരനായിരുന്നു. ഖദീജാബി പണക്കാരല്ലേ? ഖദീജാബി പണക്കാരിയായിരുന്നു. പക്ഷെ ആ സ്വത്തുക്കളെല്ലാം ഇസ്ലാമിന് വേണ്ടിയിട്ട് തീർന്നു പോയതാ. അപ്പൊ റസൂലിന് ഒരു കഫംപട പോലും വാങ്ങിക്കൊടുക്കാനുള്ള ഇതന്നപ്പില്ല. കാരണം അങ്ങനെ റസൂല് ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് പ്രശ്നം. അതായത് നമ്മള് കേൾക്കുന്ന കഥകളും യഥാർത്ഥത്തിലുള്ള വസ്തുതകളും ഒന്നല്ല. മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയും പറയട്ടെ, മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയും ഒന്നാം ഖലീഫ അബൂബക്കറും തമ്മിലുണ്ടായ തർക്കം എന്തിനു ചൊല്ലിയായിരുന്നു നിങ്ങൾക്കറിയോ? ഫതക്കിലെ തോട്ടത്തെ ചൊല്ലിയായിരുന്നു. അതെ. അപ്പൊ അത് മുഹമ്മദ് നബിന്റെ സ്വത്തല്ലായിരുന്നോ? അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്താ പറയാ, ഒരാള് പിന്നെ മഹാനാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ചില ഔലിയാപ്പാപ്പന്മാരെ കഥ പറയുന്ന മാതിരി ഒരൊറ്റ മുണ്ട് കൊടുത്ത് കീറ തുണി എടുത്ത് നടക്കുമ്പോ എന്തോ മഹാനാവും എന്ന ചിന്തയിൽ പറയണതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മുഹമ്മദ് നബി വലിയ കൊട്ടാരം കെട്ടാത്തത് എന്താന്ന് വെച്ചാൽ അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ്. സമയം കിട്ടിയിട്ടില്ല. കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് 13 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് ആകെ 100-150 താഴെ മനുഷ്യരാണുള്ളത്. അതിൽ അടിമകളും മക്കളും ഭാര്യമാരും ഒക്കെ ഉള്ള സ്ത്രീകളും എല്ലാം കൂടെ ഉൾപ്പെടെ ആകെ 100-150 താഴെ ആളുള്ളൂ. അത്രയും ആളെയും കൊണ്ട് പിന്നെ മദീനയിൽ പോയിട്ട് അങ്ങനെ സമ്പാദിച്ചു വെക്കലല്ല. സദക്ക ചെയ്യാൻ 5-1 മുഹമ്മദ് നബിക്ക് തന്നെ ആയിരുന്നു. എങ്ങനെ സമ്പാദം, എന്ത് ജോലി ചെയ്തിട്ടാ മുഹമ്മദ് നബിക്ക് സമ്പത്തുണ്ടായത്? എന്തായിരുന്നു മുഹമ്മദ് നബി തൊഴിൽ ചെയ്തത്? പൈസ ഉണ്ടാകുകയാണെങ്കിൽ തൊഴിൽ ചെയ്യണ്ടേ? അത് ഹദിയായിട്ടോ അല്ലാണ്ടൊക്കെ എല്ലാരും കൊടുക്കുന്ന ഹദിയൊന്നും അല്ല. ഹുംസ് നിങ്ങൾ കേട്ടിക്കണോ? ഹുംസ് എന്ന് കേട്ടിക്കണോ? 1/5 കേട്ടിക്കണോ നിങ്ങള്? എന്തിന്റെ 1/5 മുഹമ്മദ് നബിക്കും കുടുംബത്തിനും കിട്ടിയിരുന്നത്? യുദ്ധ മുതലോ? എന്ത് യുദ്ധം? ഞാൻ ഇതുകൊണ്ടാണ് ഇത് കൊള്ളാന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള വലിയ സംഭവമാണ് ബദർ എന്ന് പറയുന്ന എന്താ വിപ്ലവകരമായ വിജയം, അല്ലെ? അള്ളാഹുവിന്റെ സഹായം, മലക്കുകള് രംഗത്തിറങ്ങി എന്നൊക്കെയല്ലേ കഥ? അങ്ങനെയല്ലേ നമ്മൾ കേട്ടിക്കണേ? അല്ലേ? 313 ആള് 1000-ലധികം വരുന്ന ആളുകളെ നേരിടാൻ പോയി എന്നല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കേട്ടത്? 1000-ഓളം ആളുകളെ നേരിടാനാണോ 313 പേര് പടയണി ഒരുങ്ങിയത്? അല്ലല്ലോ. മോയിൻകുട്ടി വൈദ്യര് പാട്ടുപാടി നമ്മളെ പറ്റിച്ചല്ലേ? ചരിത്ര പുസ്തകത്തിലൊക്കെ സത്യമില്ലേ? 313 ആള് പോകുന്നത് 30-35 പേരടങ്ങുന്ന കച്ചവട സംഘത്തെ ആക്രമിക്കാനാണ്. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അബൂ സുഫിയാനെയും സംഘത്തെയും നേരിട്ട് ആ സമ്പത്ത് കൈക്കലാക്കാൻ, കൊള്ളയടിക്കാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിയിട്ട് പോകുന്ന ആളുകളുടെ എണ്ണാണ് 313. 1000 ആളുകള് യുദ്ധത്തിന് പിന്നെ പുറപ്പെട്ട ബുജാഹിലുടൻ കിബിർ പെങ്കി എളുന്ത് ലിബാസ് ചമയിന്ത് എന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ യുദ്ധസന്നാഹവുമായി വന്ന അബൂജഹലിനെ നേരിടാനല്ല മുഹമ്മദ് നബീന്റെ കൂടെയുള്ള 313 ആള് ഇവിടുന്ന് തയ്യാറായി പോയത്. 313 ആള് പോകുന്നത് 50-ൽ താഴെ വരുന്ന കച്ചവട സംഘത്തെയും അവരുടെ കച്ചവട ചരക്കിനെയും ലാക്കാക്കിയിട്ടാണ് എന്ന് ഖുർആനിന്റെ എല്ലാ തഫ്സീറിലും എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്, ഹദീസിലും കാണാൻ പറ്റും. അപ്പൊ ഇത് നമ്മളെ പറഞ്ഞു പറ്റിക്കായിരുന്നു ബദർ. ഞാന് മദീനയിൽ പോയിട്ട് അവിടുന്നാണ് എന്റെ ഈമാൻ പോയത്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? നിങ്ങളെ മക്കളെ ഈമാൻ പോയത് ഞാൻ പ്രസംഗിച്ചിട്ടാണെന്ന് പറയണു. എന്റെ ഈമാൻ പോയത് മദീനത്ത് വെച്ചിട്ടാണ്, പൂർണ്ണമായിട്ട് പോയത്. മദീനത്ത് വെച്ചിട്ടാണ് നമ്മൾ ബദറിനെ കുറിച്ച് പല കാര്യങ്ങളും അവിടുന്ന് കാണുന്നു. മദീനയിൽ പോകുമ്പോൾ നമ്മൾ വളരെ സംശയത്തിന്റെ അവസ്ഥയിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ ഈമാനൊക്കെ ഉറപ്പിക്കാം. ചരിത്ര കാര്യങ്ങളും വിശദാംശങ്ങളൊക്കെ അറിയുമ്പോൾ
അവിടുത്തെ പിന്നെ അത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണുമ്പോൾ, റൗളയൊക്കെ കാണുമ്പോൾ അതിലൊക്കെ വളരെ വിശ്വാസത്തോടു കൂടി തന്നെ പോയത്. പക്ഷെ ഇതിനെക്കുറിച്ച് പഠനം അപ്പൊ അപ്പോഴും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവിടുന്നാണ് ഈ ആ, ബദർ എന്ന് പറയുന്നത് നമ്മളെ മദ്രസയിൽ പറഞ്ഞു പറ്റിച്ച കഥയുടെ വസ്തുത മനസ്സിലാക്കുന്നത്. ഞാൻ താമസിച്ചിരുന്നത് പിന്നെ റൗള ഷെരീഫിന്റെ അവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്താണ്. ഉം. എല്ലാ വെള്ളിയാഴ്ച റൗളിൽ പോകുമായിരുന്നു ഞാൻ അവിടെ. ആകെ 3 മാസം ഉണ്ടായുള്ളൂ. അവിടെ ഉള്ള 3 മാസം എല്ലാ വെള്ളിയാഴ്ച റൗളിൽ പോകുമായിരുന്നു. അവിടെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എന്നിട്ട് നമ്മൾ അവിടെ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈമാൻ ഉറക്കാത്തത് എന്താന്ന് വെച്ചാല് നമ്മൾ സത്യത്തിന് നേരെ കണ്ണ് കാതും കൊട്ടിയടച്ചിട്ടില്ലാത്തത് കൊണ്ട് വസ്തുതയായിട്ട് പഠിക്കാൻ അപ്പോഴും ശ്രമിച്ചുകൊണ്ട് വസ്തുതാപരമായിട്ട് ഈമാൻ നിലനിർത്താനാണ് ശ്രമിച്ചത്. അങ്ങനെ പഠിച്ചപ്പോഴാണ് നമ്മൾ ഉഹദ് കണ്ടു, ഖന്തക്ക് കണ്ടു, ഹൈബറിൽ പോയി, മസ്ജിദ് ഖിബിലത്തൈനി കണ്ടു, ഖുബ്ബ മോസ്ക് കണ്ടു, ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ കണ്ടു. അവസാനം എനിക്കൊരു മോഹം ബദർ കാണണം എന്ന്. ബദർ കാണാൻ വേണ്ടി ബദറിനെ കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞത് 200 കിലോമീറ്റർ അപ്പുറമാണ് ബദർ. 180 കിലോമീറ്റർ അപ്പുറം പോണം മദീനയിൽ നിന്ന്. നമ്മൾ എന്താ പഠിച്ചത്? മുഹമ്മദ് നബി മക്കയിൽ ജീവിക്കാൻ കഴിയാതെ ആക്രമിച്ച് അവിടുന്ന് രാത്രിക്ക് രാത്രി ജീവൻ കൈ പിടിച്ച് പലായനം ചെയ്ത് അവിടെ പോയി ജീവിച്ചിട്ട് അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതെ മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി ആളുകൾ, അല്ലെ, 1000-ഓളം ആളുകൾ പടയണി ഒരുങ്ങി വന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയും 313 ബദരീങ്ങളും കൂടി ശ്രമിച്ചു. അതാണ് ബദർ യുദ്ധം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഉംറ പോവാൻ പിന്നെ നോക്കിയപ്പോ ഇവര് സംശയിച്ചതല്ലേ യുദ്ധത്തിനാണെന്ന്, അങ്ങനെ അബൂജഹലിന്റെ അടുത്തേക്ക് പോയി പറഞ്ഞതല്ലേ? മുഹമ്മദ് അല്ല, റസൂലും സഹാബത്തും ഉംറക്ക് പോയപ്പോ അപ്പൊ അവരെ കണ്ട് തെറ്റിദ്ധരിച്ചിങ്ങാണ്ട് അബൂ സുഫിയാൻ ഈ കച്ചവടക്കാര് പോയി ഇങ്ങാണ്ട് പറഞ്ഞതല്ലേ ഇങ്ങനെ വലിയ യുദ്ധത്തിന് വരുന്നുണ്ട് എന്ന്. അങ്ങനെ ഒരു നോണ വേറെ, അത് വേറെ നോണ, അത് വേറെ സ്ഥലത്താണ്. അപ്പൊ അത്രയും ആൾക്കാര് ഒരു സജ്ജമായി ഇങ്ങോട്ട് വന്നതാ. ഈ വിഷയത്തിലല്ലാതെ ഈ വിഷയത്തിലല്ലാതെ വേറെ സംഭവമാണ്, വേറെ നുണയാണ്. അതും ഒരു നുണയാണ്, ബദർ പോലെ തന്നെ ഒരു നുണ. ഞാൻ ചോദിക്കുന്നത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹമ്മദ് നബി മദീനയിൽ നിന്ന് 200 കിലോമീറ്റർ അപ്പുറയുള്ള ബദറിലേക്ക് എന്തിനു പോയതായിരുന്നു? ചരിത്രം നമുക്ക് പുസ്തകത്തിൽ കിട്ടും, ഇസ്ലാമിക് ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും. ഞാൻ പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മുഹമ്മദ് നബി, അള്ളാഹു പറയുന്നത് മക്കയിലേക്കല്ല, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ അവരുടെ കയ്യിലുള്ള സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയാണ് മുഹമ്മദും സംഘവും 313 പേരും പോയത്. ഞാൻ പറഞ്ഞതല്ല, ഇത് ഗ്രന്ഥത്തിലുള്ളതാണ്, തെളിവുള്ളതാണ്. അപ്പൊ ആ സംഭവം അങ്ങനെ വിവരിക്കുന്നതിന് പകരം നമ്മളൊക്കെ നുണ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. എന്തിനാ നുണ പറഞ്ഞു പറ്റിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം ബദറിനെ കുറിച്ച് ഇതിനു മുമ്പ്? അത് ചിലപ്പോ അല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ചോദിക്കണേ? നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? അങ്ങനെ സംഭവം ഞാൻ കേട്ടില്ല. നിങ്ങൾ ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കി. ഞാൻ നിങ്ങൾക്ക് ഒരു പുസ്തകം പറഞ്ഞുതരാം. നമ്മള് തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളിൽ ഇപ്പോഴും കിട്ടുന്ന മലയാളത്തില് വളരെ സംഗ്രഹിച്ച് ചുരുക്കി എഴുതിയ ഒരു ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥമാണ് മുഹമ്മദ് നബിന്റെ. നൂറുൽ യഖീൻ എന്നാണ് അതിന്റെ പേര്. മലയാളം പരിഭാഷ കിട്ടും. ചരിത്രം പിന്നെ ഞാൻ വായിച്ചു, പിന്നെ പ്രൊഫസർ മുഹമ്മദ് അങ്ങനത്തെ ഒന്നും വായിച്ചിട്ട് കാര്യമില്ല. ഗാന്ധിജി ഉമറിന്റെ ഭരണത്തെ പ്രകീർത്തിച്ചു പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ വരും. ഗാന്ധിജിക്ക് ഉമറിനെ അറിയില്ല, ഇസ്ലാമിനെ അറിയില്ല, അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇസ്ലാമിക ചരിത്രം വായിച്ചത് കൊണ്ട് ഇല്ല, അത് ആരെങ്കിലും ഉസ്താദുമാര് പറഞ്ഞു കൊടുത്തതായിരിക്കും ഗാന്ധിജിക്ക് ഇങ്ങനെയായിരുന്നു, അങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇസ്ലാമിനെ കുറിച്ച്, അപ്പൊ എന്റെ ഈമാൻ പോയത് മദീനയിൽ റൗള ഷെരീഫും ബദറും ഒക്കെ കാരണമാണ്. അല്ല, നമ്മളോട് നബി ഒന്നും പറയുന്നില്ല, അള്ളാഹിനെ ആരാധിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. അള്ളാഹ്ക്ക് ആരാധന അല്ല, കൊടുക്കാൻ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കാനാ പറയുന്നത്. അള്ളാഹിനെ റസൂലിനെ അനുസരിക്കാനാ പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കൽ എന്ന് പറഞ്ഞാൽ റസൂലിനെ അനുസരിക്കലാണ്. റസൂലിനോട് പ്രാർത്ഥിച്ച നമ്മളെ പ്രാർത്ഥന അങ്ങനെയല്ല. അള്ളാഹുവിനെ അനുസരിക്കൽ എന്ന് പറഞ്ഞാൽ റസൂല് പറഞ്ഞ പോലെ ചെയ്യലാണ്. റസൂല് പറഞ്ഞോണല്ലോ, റസൂലല്ല നമുക്ക് ഇസ്ലാമിനെ കൊണ്ടെത്തന്നത്. അതെ, ആ ഇസ്ലാം എന്തായിരുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതേ.
മക്കയുടെ അധികാരം പ്രാർത്ഥിക്കേണ്ടതും സഹായം തേടേണ്ടതും ഒക്കെ അള്ളഹാനോടാണ് എന്നാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. റസൂലൻ പറഞ്ഞു അതേ തന്നെയല്ലേ ഉള്ളൂ. അത് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബിക്ക് അനുസരിക്കാനും മുഹമ്മദ് നബി പറഞ്ഞതിനപ്പുറത്തേക്ക് പോകാതിരിക്കാനും അങ്ങനെ ഒരു ജനതയെ കൂടെ നിർത്താനും വേണ്ടി മുഹമ്മദ് നബി സംഘടിപ്പിച്ച ഒരു സൂത്രം മാത്രമാണ് അള്ളാഹുവും അതൊക്കെ അല്ല, ഖുർആാനും അതിന് ഒക്കെ. മുമ്പുള്ള ഒരു പ്രവാചകന്മാരോടൊക്കെ പ്രവാചകന്മാരെ ഈ കുറിച്ച് ഇല്ല. അതിനു മുമ്പ് ഇസ്ലാമിന് തെളിവില്ല. അതെങ്ങനെ ഈ ഒരു ഇല്ല സന്ദേശം മാത്രമാണല്ലോ എല്ലാ ഇല്ല ആരും പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാരും ഇല്ല പഠിപ്പിച്ചതെന്നാണ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഖുർആനിൽ അള്ളാഹു എന്ന് പറയുന്നത്. പറയുന്ന ഒരു ദൈവത്തെ വേറെ ഒരു പ്രവാചകന്മാരും പരിചയപ്പെടുത്തിയിട്ടില്ല. ഈ പ്രവാചകന്മാരുടെ കഥയൊക്കെ ബൈബിളിലെ കഥാപാത്രങ്ങളെ മോഷ്ടിച്ച് പരുവപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥ മാത്രമാണ്. ബൈബിളിലുള്ളത് നമ്മൾ വായിച്ചാൽ നമുക്കറിയാം ഈസാ നബി ഒരു പ്രവാചകനായിരുന്നു. ഈസാ നബിയും പറയുന്നത് യഹോവ എന്നാണ് അവര് പറയുന്നത് എന്നുള്ള ഭാഷന്റെ എന്താണ് പ്രശ്നം? ഇതാണ് നിങ്ങളെ പ്രശ്നം. ഇപ്പൊ നിങ്ങള് ബൈബിളിനെ കുറിച്ച് പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇസ്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബൈബിൾ തെറ്റാക്കുന്നത്. ബൈബിൾ തെറ്റും ഈസാ നബിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് റസൂൽ പഠിപ്പിച്ചു. ഒരു ഈസാ നബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈസാ നബിക്ക് ഒരു അള്ളാഹു എന്ന് പറഞ്ഞ ഒരു അല്ല, ദൈവം. അവരുടെ മതവും അവരുടെ വിശ്വാസവും അവരല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതം, ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം അതിനു മുൻപ് ഏതെങ്കിലും പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയതായിട്ട് മുഹമ്മദ് നബി പറഞ്ഞ കെട്ടുകഥ അല്ലാത്ത എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. നിങ്ങൾ അന്വേഷിച്ചോളി. ഞാൻ കുറെ അന്വേഷിച്ച് നടന്നതാണ്. എന്ത് തെളിവാണ്? തെളിവ് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? മൂസാ നബിന്റെ ഈസാ നബിന്റെ ഒക്കെ ചരിത്രം റസൂല് പറഞ്ഞെടുത്ത് റസൂല് പറഞ്ഞതുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞതേ. അതിപ്പോ നിങ്ങൾക്ക് നാളെ ഇപ്പൊ ഞാൻ പറയാം, നാളെ ഇപ്പൊ ഞാൻ പറയാം, നമുക്ക് അത് ഇപ്പം ശിവൻ ഇവിടുത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എടുത്താൽ ശിവനെയും കൃഷ്ണനെയും രാമനെയും ബ്രഹ്മാവിനെയും ഒക്കെ ഇസ്ലാമിന്റെ കഥകളിലെ പ്രവാചകന്മാരുടെ നിറം കൊടുത്ത് വേണമെങ്കിൽ ഒരു കഥ മെനയാൻ പറ്റും. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരൊക്കെ ഇസ്ലാമിന്റെ ആൾക്കാരായിരുന്നു, അവരൊക്കെ പ്രവാചകന്മാർ തന്നെ ആയിരുന്നു എന്നും എന്നൊക്കെ വേണമെങ്കിൽ പിന്നീട് ഒരു കഥ മെനഞ്ഞ് ഇതിന്റെ കൂടെ അതും കൂടി ആഡ് ചെയ്ത് വെക്കാം. കാരണം 1,00,000 ചില്ലാനും പ്രവാചകന്മാരുടെ കണക്കുണ്ടല്ലോ. അതിന് ഇനിയിപ്പോ ഒരു 10,250 കയറിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ ഒരു കെട്ടുകഥയാണ്, അല്ലാതെ വേറെ തെളിവില്ല. ഇപ്പൊ മുഹമ്മദ് നബി പറഞ്ഞതുപോലെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവവും ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ വക്താക്കളുമായിരുന്നു ഇവരെങ്കിൽ തോറയിൽ ഇസ്ലാം എന്നും അള്ളാഹ് എന്നൊക്കെ കാണണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവമല്ലാതെ ഇല്ല എന്നാണോ നിങ്ങളെ വിശ്വാസം? ദൈവമല്ലല്ലോ നമ്മളെ ചർച്ചാ വിഷയം. നമ്മളെ ചർച്ചാ വിഷയം ഇസ്ലാമാണ്. ബെറ്റർ ആയ ഒരു ദൈവത്തിന് നിങ്ങൾ കണ്ടെത്തണം. വേണ്ട, ദൈവം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ പറയണതൊന്നും ദൈവമായിട്ട് ഇപ്പൊ ഇവിടെ ഉള്ള മതങ്ങൾ പറയണ ദൈവങ്ങളൊന്നും മതങ്ങൾ തന്നെ പറയുന്ന ദൈവവിശേഷണങ്ങളായിട്ട് യോജിക്കുന്നില്ല. ഉദാഹരണത്തിന് അള്ളാഹു റഹ്മാനു റഹീമു ആണെന്നാണ് പറയുന്നത്. എങ്ങനെ? മനുഷ്യനെ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്മാർ എത്ര ആയാലും മൃഗങ്ങളെ പോലെ അല്ല. വ്യത്യാസമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം അള്ളാഹു പറഞ്ഞു, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. കാരണം വ്യക്തല്ലേ ഖുർആനില്. ഖുർആൻ എന്ന് പറഞ്ഞ മുഹമ്മദ് നബി വെറുതെ പറഞ്ഞൊരു കഥയല്ലേ, വേറെന്താ? നിങ്ങൾ ഒന്നും കൂടി അന്വേഷിക്കും. എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന അവകാശവാദങ്ങൾ ബദർ മാത്രം പരിശോധിച്ചാൽ മതി ഇതെന്തായിരുന്നു അറിയാൻ. എന്തോരം നുണയാണ് ഈ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും. ഇല്ല, വന്നിട്ടില്ല. വേറെ ആരെങ്കിലും എഴുതിയതൊന്നുമല്ല. ആരാ എഴുതണപ്പത്? വേറെ ആരെങ്കിലും എഴുതിയതാണോ? നമ്മളെ നാട്ടിലെ മുസ്ലിങ്ങളൊക്കെ ബുക്ക് അടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്? സൗദി അറേബ്യയിലെ ഇസ്ലാമിക് പ്രസ് എന്നൊക്കെ പിടിച്ച് അവാർഡ് കൊടുക്കുന്നത് ഇസ്ലാമിനെതിരെ ശത്രുക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾക്കാണോ? അല്ലല്ലോ. എങ്ങനായാലും ഒരു 10 വർഷം കൊണ്ട് നിങ്ങൾ പറയും പോലെ ഇത്രയും ആൾക്കാര് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാവാൻ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഇതില്ലാതെ ആര് ബഹുമാനിച്ചു എന്നാണ് നിങ്ങൾ പറയണത്? ആര് ബഹുമാനിച്ചു നിങ്ങൾ പറയണത്? ഉമർ ബഹുമാനിച്ചു. ഒരു മിനിറ്റ് നമുക്ക് നോക്കാം. മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 ദിവസം അബൂബക്കർ ഉമർ എവിടെയെന്നു നിങ്ങൾക്കറിയോ? മരിച്ചപ്പം ആ ഒരു വിഷമത്തിൽ, റസൂല് മരിച്ചു എന്നുള്ള ഒരു വിഷമത്തില് എങ്ങട്ട് റസൂല് മരിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ് ആ കഥയൊക്കെ നമ്മൾ കേട്ടു. ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് നബിനോടുള്ള ബഹുമാനം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ അധ്യാപനം ശിരസ വഹിക്കുക എന്നുള്ളതാണല്ലോ. മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചാല് എത്രയും പെട്ടെന്ന് അയാളെ
എല്ലാ മതപരമായിട്ടുള്ള ചടങ്ങുകളും പൂർത്തീകരിച്ച് കബറടക്കണം എന്നാണ് അല്ലേ? ഉം. അതൊരു ഫർള് കിഫായാണ്. ഒരു സൊസൈറ്റിയുടെ ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ബാധ്യതയാണ്, പൊതുബാധ്യതയാണ്. മുഹമ്മദ് നബിയുടെ മൃതശരീരം എത്രാമത്തെ ദിവസം മറവ് ചെയ്ത് നിങ്ങൾക്കറിയോ? അന്ന് തന്നെയല്ലേ, അന്ന് രാത്രി മൂന്നാമത്തെ ദിവസം. മരിച്ചന്ന് എവിടെയായിരുന്നു ചരിത്രത്തില് എവിടെയായിരുന്നു അബൂബക്കർ ഉമർ? നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ വിശ്വസിക്കണ്ട, നിങ്ങൾ പള്ളിക്കത്തെ ഉസ്താദിനോട് ചോദിച്ചോളൂ. ഇതെന്താ നമ്മളെ അവര് വിശ്വാസികൾക്ക് അറിയാത്ത? മുഹമ്മദ് നബി ഇത്രയും പ്രധാനപ്പെട്ട പ്രവാചകൻ, നമ്മൾ കരളിന്റെ കഷ്ണമായിട്ട് നമ്മളെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ മരണവും മരണാനന്തരവും മരണത്തെ തുടർന്നുള്ള മയ്യത്ത് നമസ്കാരം ഉൾപ്പെടെയുള്ള കർമ്മങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എന്താ മുസ്ലിങ്ങൾക്ക് അറിയാത്ത? എന്താ മുസ്ലിങ്ങളെ പഠിപ്പിക്കാത്തവര്? എന്ത് ബഹുമാനിച്ചു നിങ്ങൾ പറഞ്ഞ? ആര് ബഹുമാനിച്ചു നിങ്ങൾ പറഞ്ഞ പ്രവാചകനെ എല്ലാവർക്കും ഭയമായിരുന്നു. മുഹമ്മദിനെ ആളുകൾക്ക് പേടിയായിരുന്നു. അതും ഞാൻ പറഞ്ഞതല്ല, അതും ഹദീസിൽ തെളിവുണ്ട്. മുഹമ്മദ് നബി പറഞ്ഞതിട്ട് ഹദീസിലുണ്ട്. അതങ്ങനെ റസൂലിന്റെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാരും റസൂലിനെ മുഹമ്മദ് നബി സ്നേഹിക്കാൻ. പറഞ്ഞതായിട്ട് സഹീഹായി വന്ന ഹദീസിലുള്ളത്, അള്ളാഹു 5 അനുഗ്രഹങ്ങൾ, മറ്റു പ്രവാചകന്മാർക്കൊന്നും കൊടുക്കാത്ത 5 അനുഗ്രഹങ്ങൾ അള്ളാഹിന്റെ റസൂലിന് പ്രത്യേകമായിട്ട് കൊടുത്തു എന്ന് പറയുന്നതിൽ 2 എണ്ണം കേട്ടോളി. ഒന്ന്, യുദ്ധം മുതൽ അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. മറ്റു ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന മുതലിന്റെ 5-1. രണ്ടാമത്തത്, മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ 30 ദിവസത്തെ വഴിദൂരമുള്ള ജനതയിൽ ഭയം ജനിക്കുമായിരുന്നു എന്നാണ്. അത് അള്ളാഹു മുഹമ്മദ് നബി കൊടുത്ത അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. നമ്മൾ പറയുമ്പോ അല്ലെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നൊക്കെ പറയും, പക്ഷെ കഥ വേറെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ചെറുപ്പത്തിലെ അല്ലമീൻ അല്ല ചെറുപ്പൊക്കെയാണ് വിട്ടാളി, ചെറുപ്പൊക്കെ നമ്മൾ വിട്ടിട്ട് 40 കഴിഞ്ഞ് 53 കഴിഞ്ഞിട്ട് ഹിജ്റ വന്നതിന് ശേഷമുള്ളതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ചരിത്രം. അപ്പോഴാണ് അധികാരം കയ്യിൽ വരുന്നത്, അപ്പോഴാണ് പണം കയ്യിൽ വരുന്നത്, അപ്പോഴാണ് ആയുധബലം, ആൾബലം ഉണ്ടായി വരുന്നത്. നിങ്ങൾ ബദറിന്റെ ചരിത്രം വായിക്കേ. ബദർ കഴിഞ്ഞപ്പോ അധികാരം കൊടുക്ക, പെണ്ണിനെ കൊടുക്ക, എല്ലാം ഒന്നും പറഞ്ഞിട്ടുണ്ട് റസൂൽ. വെറുതെ പറയാ. ഇതൊക്കെയാണ് പറയണേ. എന്നിട്ട് മുഹമ്മദ് നബിക്ക് എന്തായിരുന്നു ആവശ്യം? മുഹമ്മദ് നബിന്റെ അനുചരന്മാർക്ക് മുഹമ്മദ് നബി മരിച്ചിട്ട് എന്തായിരുന്നു ആവശ്യം? ആ മയ്യത്തും പുറത്ത് അവർ ചെയ്ത് തല്ലൂടിയത് എന്തിനായിരുന്നു? അബൂബക്കറും ആയിഷയും തമ്മിൽ ഖലീഫ ആരാവണം എന്നുള്ള തീരുമാനിക്കുമ്പോ ആ മുഷാവറയില് അലി ഉണ്ടായിരുന്നോ? അല്ല, അലി ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോന്നാണ് ചോദ്യം. അലിയും ഇബ്നു അബ്ബാസോ ഒക്കെ പിന്നെ ഡെഡ് ബോഡിയുടെ അടുത്തിരിക്കുമ്പോ ഉമറും അബൂബക്കറും എവിടെയായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. സ്നേഹിതനാണല്ലോ, അബൂബക്കർ സിദ്ദീഖ് എന്നാണ് വിളിച്ചത് അല്ലെ? നമ്മള് സൗർ എന്ന ഗുഹയിൽ പണ്ട് നമ്മള് കേട്ടില്ലേ കഥ? പാമ്പിന്റെ മാളത്തിൽ കാല് പൊത്തിവെച്ച് കൊത്തു മേടിച്ചിട്ട് തുപ്പല് പുരട്ടിയിട്ട് ഷിഫയാക്കി കൊടുത്ത സുഹൃത്തിനെ കുറിച്ച് നമ്മൾ കഥ കേട്ടിട്ടില്ലേ? ആ സുഹൃത്തും സ്വന്തം മകളുടെ ഭർത്താവുമായിട്ടുള്ള മുഹമ്മദ് മരിച്ചപ്പോ അബൂബക്കർ എന്തെടുക്കുകയായിരുന്നു? നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു. ഏത് ജനങ്ങൾ? നമ്മളെ വീട്ടിലെ കാരണോല് മരിച്ചാല് ആ കാരണവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള്, ആ കാരണവർക്ക് ഏറ്റവും അടുത്ത ആത്മബന്ധമുള്ള ഒരാള്, ഈ കാരണവരുടെ ഡെഡ് ബോഡി മൈൻഡ് ചെയ്യാതെ ഇയാൾ മരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സ്വത്തിന്റെ അധികാരം അവകാശവും ചർച്ച ചെയ്യാൻ വേറെ ആരെങ്കിലും വിളിച്ചാൽ തന്നെ പോവോ? ഇത് കഴിയട്ടെ എന്ന് പറയില്ലേ? അല്ല, അങ്ങനല്ല, അത് അവരൊരു ബാധ്യതയായിട്ട് അവര്. എന്ത് ബാധ്യത? റസൂൽ അതിനായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നുള്ള കാരണം ഇസ്ലാമിക ഭരണം നശിച്ചു വരുന്നതെന്ന് വിചാരിച്ചു. എങ്ങനെ നശിച്ചു പോവാ? മുഹമ്മദ് നബി മരിച്ചു, വഫാത്തായി, ഖബറടക്കമത്തിന് നശിച്ചു പോകും സാധനം? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതൊന്നും നമുക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയോ മൂന്നാമത്തെ ദിവസമാണ് മുഹമ്മദ് നബിനെ ഖബറടക്കിയെന്ന്? അറിയില്ല. മുഹമ്മദ് നബിയുടെ കരളിന്റെ കഷ്ണല്ലേ ഫാത്തിമ? ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാം. കരളിന്റെ കഷ്ണമായിരുന്നില്ലേ ഫാത്തിമ? മുത്തുമണികളായിരുന്നില്ലേ ഹസനും ഹുസൈനും മുഹമ്മദ് നബിക്ക്? ഇവലൊക്കെ എങ്ങനെയാ മരിച്ചത് നിങ്ങൾക്ക് അറിയോ?
ഫാത്തിമ റളിയല്ലാഹു മരിക്കുമെന്ന് റസൂൽ തന്നെ പറഞ്ഞില്ലേ? റസൂൽ വഫാത്തിന് ഈ കഥകൾ നിങ്ങൾക്ക് അറിയാം, കിടന്നാളിലാണ് എങ്ങനെയാ പറഞ്ഞു. മരിച്ചത് നിങ്ങൾക്ക് അറിയോ? സുഖമില്ലാതെ മരിച്ചതല്ലേ? അല്ല, ഏഹ് അതൊക്കെ നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കേ. നമ്മൾ പറഞ്ഞെന്ന് ഞാൻ ഇനി ഇല്ലാത്തത് പറയാനെന്ന് തോന്നുന്നു. നിങ്ങൾ അല്ല, അന്വേഷിക്കേ ഫാത്തിമ മുഹമ്മദ് ഫാത്തിമ നബിയുടെ മരണം റളിയല്ലാഹുവിന്റെ എങ്ങനെ അവസ്ഥ സംഭവിച്ചുവെന്നും മുഹമ്മദ് നബിയുടെ മരണം എങ്ങനെ സംഭവിച്ചുവെന്നും മുഹമ്മദ് നബിയുടെ മരണശേഷം ഫാത്തിമ മരിച്ചത് 3 മാസത്തിനുള്ളിൽ ഫാത്തിമ മരിക്കുന്നത് എന്ത് കാരണം കൊണ്ടായിരുന്നുവെന്നും ഫാത്തിമ മരിച്ചിട്ട് അബൂബക്കർ അന്നത്തെ ഇസ്ലാമിന്റെ ഖലീഫ പ്രവാചകന്റെ പൊന്നോമന പുത്രി മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ജനാസ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. മയ്യത്ത് ചിലപ്പോൾ വീട്ടിൽ നിസ്കരിച്ചിട്ടുണ്ടാവും. ജനാസയുടെ അടുത്തേക്ക് വരികയോ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? പോട്ടെ, ആയിഷ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ ഇതൊക്കെ പഠിക്കണം. ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ഞാൻ പ്രായമായ ആളുകളോട് അല്ലെങ്കിൽ ഉമ്മമാരോടൊന്നും ഇങ്ങനത്തെ പറയാറില്ല. കാരണം അവർക്ക് താങ്ങാൻ കഴിയാത്ത അത്രയും എന്താ പറയാ ദുരൂഹമായിട്ടുള്ള കഥകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ചിന്തിക്കുന്ന പുതിയ തലമുറത്തെ ആളുകൾ അവർ ചിന്തിക്കട്ടെ, അവർ പഠിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ. ഒരാൾ ഒരു പ്രസംഗം പറയുമ്പോഴത്തേക്ക് ഒരാളുടെ ആശയം മാറോ? ഇല്ലല്ലോ. അവർക്ക് ബുദ്ധിയുണ്ട്, ചിന്തയുണ്ട്, അവർക്ക് സാമാന്യബോധമുണ്ട്. അവരെ അന്വേഷിക്കും, പഠിക്കും, വസ്തുതകൾ മനസ്സിലാക്കും. അപ്പൊ അതില് നിങ്ങൾ പക്ഷെ ഒരു പരിധി വിട്ട് ബേജാറാവണ്ടെന്നാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. കൊല്ലണമെന്നാണെന്ന് ഇപ്പഴേ ഒരു ഇസ്ലാം പറയുന്നില്ലല്ലോ. ഉണ്ട് അന്നത്തെ കാലത്ത് ആ ഉണ്ട് അല്ല യുദ്ധത്തിലെ ഇപ്പോഴും പറയുന്നുണ്ട്. നീതിന്നല്ലാതെ ഇപ്പൊ ഇപ്പോഴും നമ്മൾ എത്ര സ്നേഹത്തോടെ ഇതൂടെ നമ്മൾ ഇസ്ലാമിൽ ജീവിക്കുന്നത്. എവിടെ? ശരിക്കും ഒരു ഇസ്ലാം നമ്മളെ നാട്ടിലല്ലേ? ആ നമ്മളെ നാട്ടിൽ നിങ്ങൾ ബംഗ്ലാദേശത്തെ കഥകൾ അറിഞ്ഞോ? ഇപ്പൊ അടുത്ത കാലത്ത് നടന്നത് ഈ സിറിയയിൽ നിന്ന് 2 ദിവസമായിട്ട് വരുന്ന വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ വെറുതെ യൂട്യൂബിൽ അടിച്ചു നോക്കിയും സിറിയ ലേറ്റസ്റ്റ് ന്യൂസ്, അല്ലെ മലയാളത്തിൽ സിറിയ എന്ന് അടിച്ചു ഇസ്ലാമിനെതിരെ നോക്കി. കുറെ ആൾക്കാര് കള്ളക്കഥകളെ കൊണ്ട് എന്ത് കള്ളക്കഥകള്? മനുഷ്യരെ 10,500 ആൾക്കാരെ തെരുവിൽ കൊന്നു തള്ളിയതാണോ കള്ളക്കഥ? അതിന്റെ വിഷ്വൽ ഉൾപ്പെടെ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുന്ന കള്ളക്കഥയാണോ? ബംഗ്ലാദേശില് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമം കള്ളക്കഥയാണോ? ഗസയിലൊക്കെ അത്രയും മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതോ അത് ഇതിന്റെ അപ്പുറത്തുള്ള ഇസ്ലാമിന്റെ അപ്പുറത്തുള്ള വേറൊരു സാധനം. ഇതന്നെയാണ് മതങ്ങളെ കുറിച്ച് പൊതുവിൽ നമ്മൾ പറയണത്. ഈ മതങ്ങൾ അവരുടെ വിശ്വാസവും രാഷ്ട്രീയവും മതരാഷ്ട്രീയവും കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഈ ഗോളത്തെ മാറ്റിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അവനവന് ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ലേ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലേ, അത് ഏത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നോ ഇല്ല, അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാവുകയും അത് അവരുടെ ബോധ്യത്തിനനുസരിച്ച് അവരവർ ഓരോ വ്യക്തികൾ തീരുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. അതല്ലാതെ നമ്മൾ പരമ്പരാഗതമായിട്ട് കൈമാറേണ്ടതോ പേടിപ്പിച്ച് നിലനിർത്തേണ്ടതോ ഭീഷണിപ്പെടുത്തി മരിക്കേണ്ടതോ മതം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് പടിയടച്ച് പെണ്ണും വെക്കേണ്ടതോ അല്ലെങ്കിൽ മതം വിട്ടവനെ അല്ലെങ്കിൽ ഇസ്ലാം ഉപേക്ഷിക്കുന്നവനെ കൊല്ലേണ്ടതാണെന്ന് മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടതോ ആയിട്ടുള്ള അവസ്ഥയിലല്ല ദൈവവിശ്വാസവും മതവും ഒന്നും നാട്ടിലുണ്ടാവേണ്ടത്. അങ്ങനെയുള്ള മതങ്ങളെ നമ്മൾ കണിശമായിട്ട് വിമർശിക്കും. നമ്മളെ കുട്ടികളെ എപ്പോഴും പഠിപ്പിക്കണില്ലേ മതം വിട്ടവനെ കൊല്ലണമെന്ന്? മദ്രസയിൽ പഠിപ്പിക്കുന്നില്ലേ? നിങ്ങൾക്കറിയില്ലേ? ഇസ്ലാമിലെ നിയമല്ലേ? ശരിക്കും ഇസ്ലാം മുസ്ലിം എല്ലാരും മുസ്ലിമായിട്ട് ജനിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ മതം വേറെ ഓരോ മതത്തിലാകുമല്ലേ. ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരാളെ കൊല്ലാൻ പറ്റുമോ? ആ മുർത്തതിനെ കൊല്ലണമെന്ന് നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അയലോകത്ത് പഠിക്കുന്ന ഏതായാലും സുന്നി മദ്രസത്തെ APO EK സുന്നി മദ്രസത്തെ ഫിഖഹിന്റെ പുസ്തകം ഇരുന്നിട്ടൊന്ന് വായിച്ചു നോക്കി നിങ്ങള്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വസ്തുതാപരമായിട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഞാൻ പണ്ട് ഒരു സുന്നി കുടുംബമായിരുന്നു. പക്ഷെ സുന്നികളുടെ അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ മുജാഹിദുകളിൽ തീവ്രവാദമുണ്ട്. തീവ്രവാദമൊന്നുമില്ല. തീവ്രവാദ മുജാഹിദുകളാണ്. അല്ല മുജാഹിദുകളെ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ വഹാബി ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കൊന്നുതള്ളിയ മുസ്ലിങ്ങളുടെ എണ്ണം എത്ര നിങ്ങൾക്കറിയോ? എത്ര പള്ളികൾ അവർ പൊളിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയോ? ഇതൊക്കെ പോട്ടെ, മുഹമ്മദ് നബി ജീവിച്ച സ്ഥലത്ത്, മുഹമ്മദ് നബി ജനിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്ന പള്ളി പൊളിച്ചത് ആരാ നിങ്ങൾക്കറിയോ? അത് ഈ അന്ധവിശ്വാസം ഒട്ടും ഇല്ലാത്ത സലഫികളാണ്, വഹാബികളാണ്. എന്തൊക്കെ കഥകള് നമുക്കറിയാം. നമുക്ക് ഉസ്താദുമാര് പറഞ്ഞെന്ന കഥകളിൽ നമ്മൾ ആരാധനയും ഓത്തും നോമ്പും നിസ്കാരമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു വേള പ്രയാസം ഉണ്ടാക്കും. പക്ഷെ വസ്തുത അതാണ്.
അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് നിയമങ്ങൾ എന്തോ മഹത്തരമായിട്ടുള്ള ദൈവിക നിയമങ്ങളായിട്ട് അതിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതിപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള, പക്ഷെ ഇപ്പൊ ഞാനൊരു മുസ്ലിം സ്ത്രീയോടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാലോചിക്കണം, സ്ത്രീകളെ ഏത് രീതിയിലാണ് ഇസ്ലാം കാണുന്നത്, ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഒന്നുകിൽ മുസ്ലിം സ്ത്രീകൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അറിയില്ല, അല്ലെങ്കിൽ അവർ അതിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ സംരക്ഷണം എന്ന് വിചാരിക്കുകയാണ്. വിവേചനത്തിന്റെ മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങറ്റമാണ് മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത്. എന്താ വിവേചനം? ഒരു വിവേചനമില്ല മുസ്ലിം സ്ത്രീക്കെന്നും. ഉം, പിന്നെ അല്ലെങ്കിൽ ഉപ്പ, അല്ലെങ്കിൽ ആങ്ങള, അല്ലെങ്കിൽ ഭർത്താവ് പോലെ ഉം. പരിരക്ഷ എന്നും ഉണ്ടാവും ഇസ്ലാമിൽ. പരിരക്ഷ കാരണം ഉണ്ട് പരിരക്ഷ തന്നെയാണ്. കാരണം അവര് അവര് എല്ലാതും ചെയ്തു കൊടുക്കണം. അതാ അപ്പൊ പറഞ്ഞത്. പെണ്ണിനെ ഒരു ബാപ്പാന്റെ കീഴിലോ ഭർത്താവിന്റെ കീഴിലോ കീഴിലോന്നല്ല. അനുസരിക്കുക. നിങ്ങൾ പറയണ്ട. ഇപ്പൊ ഒരു അങ്ങനെ നമ്മൾ വ്യക്തമായിട്ട് പറയാം, വെറുതെ എന്തെങ്കിലും പറയണ്ടല്ലോ. ഒരു ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഭാര്യയുടെ ഉത്തരവാദിത്തം ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ്, അല്ലെ? ഭാര്യന്റെ എല്ലാ ആവശ്യങ്ങളും ഭർത്താവ് നിറവേറ്റി കൊടുക്കണം എന്നല്ലേ? അല്ല, അപ്പൊ ഭാര്യയുടെ ഉത്തരവാദിത്തം എന്താ? ഭാര്യ അത് തന്നെ നല്ലൊരു ജീവിതമല്ലേ വരിക, അല്ല, ഭർത്താവിനനുസരിക്കുക. അതാ പറഞ്ഞേ. ഭർത്താവ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇസ്ലാമിന്റെ നിയമം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളെ കുടുംബത്തില് ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ഒരാള് വളരെ അത്യാഹിത അവസ്ഥയിൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ ആവശ്യമുള്ള ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ആ ഒരു യാത്ര തടയാൻ നിങ്ങളെ ഭർത്താവ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ കഴിയുമോ? അതായത് ഗംഗ ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിലൂടെ പോകാൻ പറ്റുമോ? അത് നിങ്ങളെ വാപ്പയായിരിക്കാം, വല്യപ്പായിരിക്കാം, അടുത്ത പിന്നെ എന്തെങ്കിലും സഹോദരനായിരിക്കാം, ആരുമായിരിക്കാം. അത് പോകാൻ പാടുണ്ടോ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചിട്ട്? പാടില്ല. എന്താണ് സ്ത്രീയുടെ സ്ഥാനം അപ്പൊ ഇസ്ലാമില്? ഭർത്താവിന്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നവളായിട്ട്, ഭർത്താവിന്റെ വസ്തുവകകൾക്ക് സംരക്ഷണം ഒരുക്കി, ഭർത്താവിന്റെ വീട് നോക്കി, ഭർത്താവിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാള്, അല്ലെ? അങ്ങനെ ആയിരുന്നപ്പോ നല്ലൊരു കാലം. ഇപ്പോഴത്തെ കാലത്ത് അല്ല, എന്താ അങ്ങനെയല്ലേ? അതല്ലേ ഇസ്ലാം സ്ത്രീക്ക് കൊടുക്കുന്ന സ്ഥാനം. ദിവസവും വിവാഹമോചനങ്ങളാ കേൾക്കുന്നത്. വിവാഹമോചനം എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം? മുഹമ്മദ് നബി വിവാഹമോചനം നടത്തിയിട്ടില്ലേ? ഇല്ലേ? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇടുങ്ങിയ ചിന്തയിൽ നിന്നാല് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ, വളരെ സൗമ്യമായി, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. എന്റെ ഒരു ഉമ്മാനോട് പറയുന്ന രീതിയിൽ തന്നെ പറയാം. ഞാൻ എന്റെ ഉമ്മാനോടൊന്നും ഇങ്ങനെ പറയാറില്ല. എന്റെ ഉമ്മ ഇങ്ങനെ വിളിച്ച് ചോദിക്കാറും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ അങ്ങോട്ട് കയറി ഇങ്ങനെ എന്താ പറയാ, ഉമ്മമാരോടും വല്യമ്മമാരോടൊന്നും ഇത് പറയാറില്ല. കാരണം അവർക്കൊന്നും താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. അവരുടെ ജീവിതകാലം മുഴുവൻ അവർ വിശ്വസിച്ചിരുന്ന കുറെ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം, അത് വളരെ പ്രയാസം ഉണ്ടാവും. എന്റെ ഒരു മോൻ പറയുന്നതാണ്. അതുകൊണ്ടാണ് മോനെ വഴി വെച്ച എന്റെ ഇതുകൊണ്ടാണ്. അല്ല, വഴിവഴക്കല്ല. അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി എന്താണ് ഇതുകൊണ്ട് കിട്ടുന്നത്. നല്ല മനസ്സമാധാനം കിട്ടും, അനാവശ്യമായിട്ടുള്ള ഭയം ഉണ്ടാവില്ല, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയും. നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞുതരാം. എങ്ങനെ? അള്ളയും റസൂലും പറഞ്ഞോണാണ് കാര്യങ്ങളെന്ന് വെച്ചാല് മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ആ പറഞ്ഞ നരകത്തിലായ അള്ളയും റസൂലും പറഞ്ഞോണ ഒരു കാര്യം ഇല്ല എന്നുള്ള ബോധ്യമാണ് ഇപ്പൊ നമ്മൾ പുറത്തു വരുന്നത്. അത് മുഴുവൻ അബദ്ധമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ എന്താ ഒരു അർത്ഥമുള്ളത്? ജീവിതത്തിന്റെ അർത്ഥം ജീവിക്കുക എന്നുള്ളതാണ്. മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ അർത്ഥം. മനുഷ്യനായി ജീവിക്കാൻ കൊല്ലുന്ന കുറെ ആളെ കൊല്ലി, ആക്രമണങ്ങൾ നടത്തി, അതൊക്കെ മതത്തിന് വേണ്ടി ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യർക്ക് അങ്ങനെ നിയമമല്ല. നല്ലവരായി ജീവിക്കുന്നവരൊരു പറ്റം പേർ. അപ്പോൾക്കൊക്കെ മരിച്ചാലൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല. നല്ലവരായി ജീവിക്കുകയാണ് എല്ലാരും ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായി ജീവിക്കുന്നവരെ നിയന്ത്രിക്കുകയും നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ആ നല്ല രീതിയിൽ മനുഷ്യരായി ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പരസ്പരം സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ ധർമ്മം. അല്ലാത്തവർ സാമൂഹ്യ വിരുദ്ധരാണ്, അവരെ കൈകാര്യം ചെയ്യണം.
അവരെ സമൂഹത്തിന് ബാധിക്കാത്ത അത് രീതിയിൽ ഐസൊലേറ്റ് ചെയ്യണം. പക്ഷെ ചെയ്യണം. നമുക്ക് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയൂലല്ലോ. കൈകാര്യം ചെയ്യാൻ പറ്റും, മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. 100 ആളെ കൊന്നോനെ ഒരാളെ കൊന്നോനെ നമുക്ക് ഒരു ശിക്ഷാവിധിയെ വിധിക്കാൻ അത്രേ കഴിയുള്ളൂ. പറ്റുള്ളൂ, അതിനപ്പുറം ചെയ്യാൻ അത്രേ കഴിയില്ല. പറ്റുള്ളൂ. അള്ളാഹ് വിചാരിച്ചാൽ അതന്നെ പറ്റുള്ളൂ. അല്ല അള്ളാഹ് വിചാരിച്ചതല്ല. എന്താ പറ്റുക? അതിന്റേതായ ശിക്ഷ കൊടുക്കാൻ അള്ളാഹ്ക്ക് എന്താ കഴിയല്ലോ. അതുകൊണ്ട് കാര്യം? ഇപ്പൊ നിങ്ങളെ ഒരാളെ കൊന്നു, ആ കൊന്നോനെ ഒരാൾ കൊന്നാൽ നിങ്ങൾക്ക് നീതി കിട്ടിയോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. അതല്ല നീതി. അപ്പൊ അതൊക്കെ തെറ്റായ കൺസംഷൻസ് ആണ്, മീൻസ് എന്താ പറയാ, ചില സങ്കല്പങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ഒരു എവിടെയും വ്യക്തതയില്ലാതെ ഇങ്ങനെ ഒരു ആകുലതയിൽ ഇങ്ങനെ ജീവിക്കാൻ വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ, അതിൽ കുഴപ്പമൊന്നുമില്ല, അത് ഒരാളുകളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ കാര്യങ്ങൾ വെടിപ്പാണ്, വൃത്തിയായിട്ട് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സുവ്യക്തമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു ഗോത്ര സംഘമാണ്. ആ ഗോത്രത്തിന്റെ വിശ്വാസവും ആചാരവും പിൽക്കാലത്ത് ആ ഗോത്രത്തിന്റെ അധികാരം ഉപയോഗിച്ച് ആളുകളിൽ നിർബന്ധപൂർവം പ്രചരിപ്പിക്കപ്പെട്ടു. അവർ അതിനടിമപ്പെട്ടു. അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്. ഖുർആനില് ഒരു അത്ഭുതമല്ല. വെറുതെ അതൊന്നും പറഞ്ഞ് നിങ്ങൾ വെറുതെ അന്തം പെടണ്ട. അതിനകത്ത് അത്ഭുതകരമായ ഒന്നുമില്ല. തന്നെ ആക്ഷേപിച്ചിട്ടുള്ള വാക്കുകളുണ്ട്. എങ്ങനെ? അപ്പൊ അത് റസൂൽ അങ്ങനെ റസൂലിനെ തന്നെ ആക്ഷേപിച്ചിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു തരുമോ? ഉദാഹരണം പിന്നെ റസൂല് കുറച്ച് ഖുറൈശികൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് കണ്ണോട്ടനായിട്ടുള്ള ഒരാൾ വന്നത്. അപ്പൊ മുഖം ഒന്ന് ചൊളിച്ചിട്ടല്ലോ റസൂല് അതില് വന്നല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊരായത്തായി ഇറങ്ങിയില്ലേ? എന്താ ഇറങ്ങി? ആയത്തായിട്ട് ഇറങ്ങിയില്ലേ? റസൂലിനെ അധിക്ഷേപിച്ചുകൊണ്ട്. എന്താ പറയാ, റസൂലിനെ അധിക്ഷേപിക്കൊന്നല്ല ചെയ്തത്. അതൊക്കെ ഒരിടത്തുനിന്നാണ് വരുന്നത്. ഒറ്റ സ്ഥലത്തുനിന്നാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. മുഹമ്മദ് നബിക്ക് പറ്റിയ അബദ്ധം തിരുത്താൻ ഖുർആൻ വചനം, വേറൊരു ഖുർആൻ വചനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുഹമ്മദ് നബി ഒരു ദിവസം ഈ മുഖൌക്കിസ് രാജാവിന് കത്തയച്ചപ്പം പകരം കൊടുത്തയച്ച, സമ്മാനം കൊടുത്തയച്ച ഒരു അടിമപ്പണിനാണ്. 2 അടിമ പെൺകുട്ടികളെ കൊടുത്തയച്ച്. ഒരാളെ മുഹമ്മദ് നബിക്ക് വേണ്ടി ഇങ്ങനെ ചീത്ത വിളിക്കാനും തെറിപ്പാട്ട് പാടാനൊക്കെ കൂടെ നടക്കുന്ന ഒരു ചങ്ങാതിക്ക് കൊടുത്തു, സമ്മാനം കൊടുത്തു. ഒരു സ്ത്രീനെയാണ് കേട്ടോ, ആലോചിക്കണം. എന്നിട്ട് ഈ സ്ത്രീയെ ബന്ധപ്പെട്ടിട്ട് ഹഫ്സാന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഹഫ്സാന്റെ വീട്ടിൽ ഈ സ്ത്രീയുമായിട്ട് മുഹമ്മദ് നബി കൂടി. ഇത് കണ്ടുകൊണ്ട് ഹഫ്സ വരികയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. അതിനെ ചൊല്ലി മുഹമ്മദ് നബി ഇനി അവളുമായിട്ടുള്ള ബന്ധം എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞു, നിഷിദ്ധാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു, മാരിയത്തിൽ ഖിബ്തിയുമായിട്ട്. അപ്പൊ തന്നെ അള്ളാഹ് ആയത്തിറക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അള്ളാഹ് ഹലാലാക്കി, എന്തിനാണ് ഇജ്ജ് ഹറാമാക്കണത്? അപ്പൊ ഇത് ഹറാമാക്കുന്ന ആളും ഹലാലാക്കുന്ന ആളും ഒക്കെ ഒരാൾ തന്നെയാണ്. അതപ്പം അപ്പോഴത്തെ കൈകാര്യം ചെയ്യാൻ മുഹമ്മദ് നബിക്ക് പറയുന്നത് മുഹമ്മദ് നബി പറയുക, പിന്നെ അള്ളാഹ്ക്ക് പറയേണ്ടത് അള്ളാഹിനെ കൊണ്ട് പറയിപ്പിക്കും മുഹമ്മദ് നബി. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. നമ്മള് സെയ്ദിന്റെ ഭാര്യയായിരുന്ന, വളർത്തു മകന്റെ ഭാര്യയായിരുന്ന സൈനബിനെ വിവാഹം കഴിച്ച അന്ന് രാത്രി സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വന്ന സഹാബികള് ഇങ്ങനെ അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുക, പോണില്ല. കല്യാണം കഴിഞ്ഞ രാത്രി എന്നൊക്കെ നമ്മളൊരു ഇതിലാണ്ട് പറയാൻ കേട്ടോ, കല്യാണം ഒന്നുമില്ല, മനസ്സിലായോ? കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതെന്താ പറഞ്ഞത്? നബിക്ക് നാണാണ് അല്ലെ, നിങ്ങൾ തിന്നാനും കുടിക്കാനും വന്ന് നിങ്ങൾ പോണം, മുഹമ്മദ് നബിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മുഹമ്മദ് നബിക്ക് പറയാൻ നാണാണ്. അതിപ്പോ നിങ്ങൾ അമൃതാനന്ദമായി സംസാരിക്കുന്നതും ചില പിന്നെ ദൈവം കേറുന്ന, ദേവി കേറുന്ന ആൾക്കാർ സംസാരിക്കണതൊക്കെ ഓലല്ലോ സംസാരിക്കണേ, ഒക്കെ ദൈവം തന്നെ സംസാരിക്കണേ. വെളിച്ചപ്പാടുകൾ ഇന്നും നമ്മളെ നാട്ടിലില്ലേ? നിങ്ങൾ കോഴിക്കോടല്ലേ? തെയ്യം തിറയൊക്കെ നിങ്ങളെ നാട്ടിലില്ലേ? അപ്പൊ ദൈവവും ദേവിയും സംസാരിക്കുക എന്നൊക്കെ പറയണത് അതൊന്നും വലിയ അത്ഭുതമായിട്ട് കാണേണ്ട പോലും കാര്യമില്ല. അപ്പൊ തെയ്യം പറയേണ്ടത് തെയ്യം എന്താ പറയും, തെയ്യത്തിന് പറയാനുള്ളത് തെയ്യം പിന്നെ ഒരവസരത്തിൽ പറയും, ദൈവത്തിന്റെ ദേവീന്റെ പേരും പറഞ്ഞു പറയും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെയല്ല, നമ്മൾ മനുഷ്യർക്ക് ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലെ അറിവും മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ നിയമങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കും ഗുണകരമാവുന്നതാണോ, എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് പരിഗണിക്കുന്നതാണോ? ഇപ്പൊ നിങ്ങൾ മക്കൾ ഉൾപ്പെടെ ഈ കാലം അത്രയും ഇവിടെ ഈ സമൂഹത്തിൽ ജീവിച്ചപ്പോ അവർ ആർജിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ ധാർമ്മികത ഉണ്ടാവും. ആ സാമൂഹ്യ ധാർമ്മികതയിൽ കാലഘട്ടത്തിന്റെ നന്മയും അറിവും ഉണ്ടാവും. അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്ന അറിവുകളും നിയമങ്ങളൊക്കെ ആണോ ഇസ്ലാമിലുള്ളത് എന്ന് സാമാന്യമായിട്ട് അന്വേഷിക്കുമ്പോൾ മനുഷ്യർക്ക് പലപ്പോഴും എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ പോലും ഈ മതനിയമങ്ങൾ, മതഗ്രന്ഥങ്ങൾ തടസ്സമായിട്ട് നിൽക്കും. എല്ലാ മനുഷ്യരുടെയും സന്തോഷം, സമാധാനം കളയുന്ന
ഒരു ഇടുങ്ങിയ പ്രത്യയശാസ്ത്രമായിട്ട് നിൽക്കുമ്പോൾ അത് എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ചില ആളുകൾ തീരുമാനിക്കും. അത് അവരുടെ പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്റെ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഇത്രയൊക്കെ പറഞ്ഞു, നിങ്ങൾ നാളെ ഇസ്ലാം ഉപേക്ഷിക്കൂ? ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഒരാളുടെ വീഡിയോ കണ്ടത് കൊണ്ടോ ഒരാളുടെ പ്രസംഗം കേട്ടത് കൊണ്ടോ വേറൊരാളും ഹിദായത്തിലാവുകയോ ഹിദായത്തിൽ നിന്ന് പോവുകയോ ഇല്ല എന്നാണ് എന്റെ ബോധ്യം. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. ചിന്തകൾ വരും, ചിന്തകൾ വരികയും ആ ചിന്തകൾ അവരവരുടെ ബുദ്ധിയും യുക്തിയും അവരവരുടെ അറിവും അവർക്ക് ലഭ്യമായിട്ടുള്ള റെഫറൻസും ഒക്കെ വെച്ച് പരിശോധിക്കുകയും ആര് പറയണതാണ് ശരിയെന്ന് അനലൈസ് ചെയ്യുകയും ശരി ബോധ്യപ്പെടുമ്പോൾ ശരി സ്വീകരിക്കാൻ ചിലവർ ധൈര്യം കാണിക്കുകയും ചെയ്യും. അത്ര കണ്ടാൽ മതി. അതിൽ നിങ്ങൾ അങ്കലാപ്പിലാവാനോ വേവലാതിപ്പെടാനോ ഒന്നുമില്ല. നിങ്ങൾക്ക് അള്ള ബുദ്ധി തന്നതുപോലെ നിങ്ങളെ മക്കൾക്കും അള്ള ബുദ്ധിയും വിവേകവും ഒക്കെ കൊടുത്തിട്ടില്ലേ? അവരത് ഉപയോഗിക്കട്ടെ. നമ്മൾ അതിനെ കുറിച്ച് ബേജാറാവണ്ട. നിങ്ങള് അവരെ മദ്രസ വിട്ട് പഠിപ്പിച്ചില്ലേ? ഉസ്താദുമാരുടെ മുമ്പിൽ നിങ്ങൾ എത്തിച്ചു കൊടുത്തില്ലേ നിങ്ങളെ കുട്ടികളെ? നിങ്ങളെ കടമകൾ നിർവഹിച്ചിട്ടില്ലേ? എനിക്ക് നല്ല വിഷമമുണ്ട് ഓനെ. അല്ല, അത് സ്വാഭാവികമാണ്. അത് സ്വാഭാവികമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞ അബൂ താലിബും അബ്ദുൽ മുത്തലിബും ഒക്കെ മുഹമ്മദിന്റെ ചെയ്തികളിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് അല്ല, അബൂ താലിബ്. അബ്ദുൽ മുത്തലിബും ഇല്ലേ? ഉണ്ടാവൂലേ? അങ്ങനെയൊക്കെ തോന്നും. അഥവാ ശരിയാണെങ്കിൽ എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നത് തന്നെ കുഫറിന്റെ ചിന്തയാണ്. അല്ല, അവന്റെ ഉപ്പൊക്കെ കാരണം റസൂൽ പറഞ്ഞില്ല, മുഹമ്മദ് റസൂലിനുള്ള വാക്യം അവസാനായാല് അവര് സ്വർഗത്തിലാണ്. എന്റെ മക്കളെ ഉപ്പ മരിക്കുമ്പോ അഷ്ഹദു അഷ്ഹദു മുഹമ്മദ് റസൂൽ പറഞ്ഞോണ്ടാ മരിച്ചത്. അപ്പൊ അങ്ങനത്തെ ഉപ്പന്റെ മക്കളാണ് ഇപ്പൊ ഇങ്ങനെ. നബിന്റെ വാപ്പയോ? അബ്ദുള്ള സ്വർഗത്തിലാ നരകത്തിലാ? അതമ്മ പറയാൻ കഴിയൂല. അബൂ താലിബോ? നബീനെ പൊന്നുപോലെ പോറ്റി വളർത്തിയ ഒരു വളർത്തു പിതാവുണ്ടല്ലോ, മൂത്താപ്പ. മൂത്താപ്പ മരണക്കിടക്കയിൽ പോലും മുഹമ്മദിന്റെ അവസ്ഥയിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മുഹമ്മദ് ഇവരുടെ പരമ്പരാഗതമായിട്ട് ഇവർ വിശ്വസിക്കുകയും ഇവരെ ആരാധിക്കുകയും വന്ന ദൈവങ്ങളെ മുഴുവൻ നിന്ദിക്കുകയും തള്ളിക്കളയുകയും ആ വിശ്വാസമൊക്കെ തെറ്റാണെന്ന് പറഞ്ഞടക്കം ചെയ്യായിരുന്നു മുഹമ്മദ് നബി അല്ലേ? അതേപോലെ തന്നെയല്ലേ ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. വഹി വന്നു എന്നൊക്കെ മുഹമ്മദ് നബി പറഞ്ഞപ്പം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എങ്ങനെ? എന്താ വഹി? മുഹമ്മദ് നബി വഹി വന്നു എന്ന് ഇപ്പൊ ഇതന്നെ വെളിച്ചപ്പാടുമാര് പറയണത് ദേവി കയറുകയാണെന്നാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെളിച്ചപ്പാടുമാരുടെ മേത്ത് ദൈവം കയറുന്നുണ്ടെന്ന്? അതേപോലെ തന്നെ നല്ലൊരു കുട്ടിയായിരുന്നല്ലോ. അപ്പൊ പിന്നെ വെറുതെ റസൂലിന് അങ്ങനെ തോന്നുന്നു. കാരണം എല്ലാരും റസൂലിനെ ഇഷ്ടപ്പെടി നോക്കിയൊക്കെ. അതൊക്കെ എന്താ പറയാ, ഞാൻ പറഞ്ഞത് ഈ കഥകളൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ, നിങ്ങളോട് കഥകൾ പറഞ്ഞുതരാൻ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ അവസാനം നിങ്ങൾ ഈമാൻ പോയിട്ട് നിങ്ങൾ അതിന്റെ കുറ്റം കൂടി എന്റെ തലി വെക്കും. അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങളുള്ള ഈമാന് വെച്ച് നിസ്കാരം ഓത്തും ദിക്റുമായിട്ട് ഇരിക്കണ അല്ല നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കടത്തി കഥ പറയാത്തത്. ജിബ്രീൽ വന്നതും ഖദീജ ചോറും കൊണ്ടുപോയിരുന്ന ഭക്ഷണം കൊണ്ടുപോയിരുന്നതും ജിബ്രീൽ വന്നപ്പോ അത് മലക്കാണോ പിശാചാന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നടത്തിയ പരീക്ഷണവും കഥയും അവര് പിന്നെ അത് പിന്നെ സംശയ നിവാരണം നടത്താൻ പോകുന്ന ആളും, ഇങ്ങനെ കുറെ കഥകളുണ്ട്. ഇതൊക്കെ നമ്മള് സാമാന്യമായിട്ട് ചിന്തിച്ചാല് ഇതിനെയൊക്കെ നിങ്ങൾ മുഹമ്മദ് അല്ലാത്ത പൂർണ്ണമായിട്ടും ക്ലിയർ ആയിട്ട് ഞങ്ങള് ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഫഹദ് ഫാസിലിന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ ഹറാമാണ്, എന്നാലും വീട്ടിൽ ടിവിയിലെങ്കിലും നിങ്ങളൊന്ന് കാണണം. അതിന്റെ CD സംഘടിപ്പിച്ചിട്ട് നിങ്ങളൊന്ന് കാണണം എന്ന് എനിക്ക് നിങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾക്ക് വഹീന്റെ ഒക്കെ കഥ മനസ്സിലാവും. എന്തായാലും നിങ്ങള് മക്കളുടെ കാര്യം ആലോചിക്കണ്ട. കാരണം നിങ്ങൾ മക്കളുടെ കാര്യത്തില് നിറവേറ്റാനുള്ള കടമ നിർവഹിച്ചിട്ടുണ്ട് അല്ലേ? ഇനി കൂടുതൽ നല്ല മോനാവാനേ സാധ്യതയുള്ളൂ. മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തില് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ മക്കൾ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതായത് സമൂഹത്തിനോ വ്യക്തിക്കോ കുടുംബത്തിനോ ഉതകാത്ത രീതിയിലുള്ള മോശം അവസ്ഥയിലേക്ക് നിങ്ങളെ മക്കൾ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്നെ വിളിക്കണം. അവരെല്ലാ മനുഷ്യരെയും അല്ലേ എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ്. നിങ്ങളോടുള്ള പെരുമാറ്റത്തിലോ സ്നേഹത്തിലെങ്കിലും ഒരു ബഹുമാനക്കുറവോ ഒരു സ്നേഹക്കുറവോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? അത് കൂടിയിട്ടുണ്ടോ?
ഇല്ല ഇല്ല ഒന്നും വന്നില്ല. ഒന്നും പേടിക്കണ്ട, അത് കൂടുകയുള്ളൂ. അത് കൂടുകയുള്ളൂ. നിങ്ങളോടുള്ള കരുതൽ കൂടുകയുള്ളൂ. ഓൽക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ നിങ്ങളെ നിസ്കാര കുപ്പായം എടുത്ത് കത്തിക്കാനോ നിങ്ങളെ മുസല്ല എടുത്ത് തോട്ടിലെറിയാനോ നിങ്ങളെ മക്കൾ ഒരു കാരണവശാലും തയ്യാറാവില്ല. കാരണം എനിക്ക് എന്റെ ആ മോനെ പോലാണ് അന്നെ തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരു പോണം. കാരണം ആയിരിക്കും. കോലം കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഞാനും എന്റെ ഉമ്മാനോട് ഒക്കെ സംസാരിക്കുന്ന അതേ സ്നേഹത്തിലാണ് നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചത്. എനിക്ക് അപ്പൊ നിങ്ങളെ വിഷമം അവനെന്നോട് ഇങ്ങനെ മനസ്സിലാവും. പറയണ്ട. നോക്കൂ, നിങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടെങ്കിൽ എന്റെ ഉമ്മ എത്ര വിഷമിക്കുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി. ആദ്യമൊക്കെ ഞാനും അവനോട് ചൂടാലുണ്ടായി. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കും ഇവൻ ഇങ്ങനൊക്കെ കേട്ടത് കൊണ്ട് ഓന്റെ ചിന്തകൾ പോയത് കൊണ്ടല്ലേ. എന്റെ അപ്പൊ ഉമ്മ പറഞ്ഞത് ഓൻ എന്തോ വായിച്ചത് കൊണ്ടാണ്, പഠിച്ചത് കൊണ്ടാണ്. ഓൻ എന്താ വായിച്ചത് പഠിച്ചത് എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഓൻ ഇവൻ എന്തായാലും അതുപോലെ സോഷ്യോളജി ആണ് എടുത്തത്. അപ്പൊ അതില് PG ഒക്കെ ചരിത്രം വായിച്ചു കുറച്ചുകൂടിയും ചരിത്രവും മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പവും മനുഷ്യന്റെ ജീവിതവും മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കും. യാഥാർത്ഥ്യബോധം കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെ പഠിച്ച കുട്ടികൾക്ക്. നമ്മള് മൂല്യന്മാര് പറഞ്ഞു കൊടുത്ത ആ കഥയിൽ മാത്രം ചിലപ്പം നമുക്ക് അവരെ തളച്ചിടാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതിന് നിങ്ങൾ എന്നെ മാത്രം കുറ്റപ്പെടുത്തണ്ട. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വാപ്പാക്ക് ഈമാൻ നഷ്ടപ്പെട്ടാല് ഭാര്യയും മക്കളും എല്ലാവരും കൂടി ആ വാപ്പാനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ സമ്പത്ത് കൈക്കലാക്കിയിട്ട് ഉപേക്ഷിക്കുകയോ അയാളെ ആക്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു മകന് വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു മകനും പാപ്പാനോടോ കൂടപ്പറപ്പുകളോടോ അവരുടെ ആരാധനയെ തള്ളിപ്പറയാനോ അവരെ ആരാധിക്കുന്നതിന്റെ പേരിൽ അവരോട് ശത്രുത പുലർത്താനോ ഒരു ആരാധനാ സംഭവങ്ങളെ തകർക്കാനോ ഒന്നും വരില്ല. ഒരു നിരീശ്വരവാദിയും ഒരു പള്ളിയും പൊളിക്കൂല, ഒരമ്പലവും പൊളിക്കൂല. അത് 100% ഉറപ്പാണ്. കാരണം അത് മാനവികവാദിയായിട്ടുണ്ടെങ്കിൽ കേട്ടോ, മാനവികവാദിയായിട്ടുള്ള എന്നാലും ഒരാള് മോനെ ആ തെറ്റിദ്ധാരണകളൊക്കെ നീക്കിച്ച് ഒന്നുകൂടി ഒന്ന് ഖുർആനെ ഇനിയും പഠിക്കാൻ പഠിക്കാൻ നോക്ക്. തയ്യാറാണ്. പഠിപ്പിക്കാൻ പറ്റുന്ന ആരുണ്ടെങ്കിലും ഇനിയും മുന്നിലിരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ഞാൻ എന്റെ ഉമ്മാക്ക് പഠിച്ചവൻ കൊടുത്ത യഥാർത്ഥ വാക്കാണ്. ചരിത്രങ്ങൾക്കൊക്കെ ആ ഒരു ആമീൻ പ്രാർത്ഥനയല്ല. എന്നാണ് നിങ്ങളോട് പ്രാർത്ഥിക്കാനുള്ളത്. നിങ്ങളെ പ്രാർത്ഥനയിൽ ഞാനും കൂടാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, ആയിക്കോട്ടെ എന്നാലൊക്കെ. താങ്ക് യു. ഓക്കെ.